السلام عليكم ورحمة الله. بسم الله. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരികളെ, സർവലോക പരിപാലകനും സർവശക്തനും സർവജ്ഞനുമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ശ്രദ്ധിക്കുകയും പിൻപറ്റുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സത്യവിശ്വാസികളായി ജീവിക്കുകയും ജീവിതം ആരംഭിക്കുകയുമൊക്കെ ചെയ്ത പല ആളുകളാണ് നാം. അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകളിലൂടെ ആദർശത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും പഠിക്കുവാനും അതനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനും ഭാഗ്യം സിദ്ധിച്ചവരായ നാം. അങ്ങനെയുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മഹാഭാഗ്യം ചെയ്തവരാണ്. ഒന്നാമതായി അള്ളാഹുവിൻ്റെ ദീൻ ഗ്രഹിക്കുവാനും പഠിക്കുവാനും അതനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനും അതിൻ്റേതായ സമാധാനപരമായ അന്തരീക്ഷത്തിലൂടെ നടന്നു പോകുവാനും അത് പ്രബോധനം ചെയ്യുവാനുമൊക്കെയുള്ള ഭാഗ്യം നമുക്കുണ്ട്. മർദ്ദനങ്ങളും പീഡനങ്ങളും താണ്ഡവങ്ങളും ഒന്നും അതിൻ്റെ പേരിൽ നമുക്ക് ഏൽക്കേണ്ടി വരുന്നില്ല. നമ്മുടെ മുൻഗാമികളുടെ ചരിത്രത്താളുകളിലൂടെയും ഹദീസുകളിലൂടെയും ഒക്കെ നമ്മൾ കേട്ടു പഠിച്ചു. അവർക്ക് അനുഭവിക്കേണ്ടി വന്ന യാതനകൾ, ദുരിതങ്ങൾ അത് വലിയതായിരുന്നു. നമ്മുടെ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യം വളരെയധികം സമാധാനപരമാണ്. ചെറിയ രീതിയിലുള്ള അക്രമങ്ങളും അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഭ്രഷ്ട് കൽപ്പിക്കലും ചെറിയ പരിഹാസങ്ങളും മാത്രം. എങ്കിലും ആർജവത്തോടുകൂടി അള്ളാഹുവിൻ്റെ ദീൻ പ്രബോധനം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു. അങ്ങനെയുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പഠിക്കുവാനും അതേ പ്രകാരം പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനും നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ അത് കൊണ്ടുവരാനും നമുക്ക് സാധിക്കുന്നു. ആ മനുഷ്യരായ നമ്മൾ നമ്മുടെ തുടർന്നുള്ള നാളുകളിൽ തസ്കിയത്തും അതുപോലെ തന്നെ സ്വയം ശുദ്ധീകരിക്കപ്പെടുവാനും സംസ്കരിക്കപ്പെടുവാനും മാറ്റങ്ങൾ നമ്മിൽ സംഭവിക്കുവാനുമായി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം എല്ലാ മേഖലകളിലും നന്മയുടേതായ വക്താക്കളായി ജീവിക്കുന്നു അല്ലെങ്കിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, അത് നമ്മൾ പ്രബോധനം ചെയ്യുന്നു, ഒക്കെ ചെയ്യുന്നു. പക്ഷേ വ്യക്തിപരമായ ജീവിതത്തിൽ നന്മയുടേതായ വക്താക്കളാവാൻ സാധ്യമാകുന്നില്ല. അത് സാധിക്കണമെങ്കിൽ സ്വയം ഇസ്ലാമികപരമായ കാര്യങ്ങളിൽ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായിത്തീരണം. അതിന് വേണ്ടത് നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ നാഥനെക്കുറിച്ചുള്ളൊരു ഓർമ്മ.
ആ നാഥന്റെ തൃപ്തിയും പ്രീതിയും കാക്ഷിക്കുക എന്നതാണ്. അള്ളാഹുവിന്റെ തൃപ്തി ഒരു മനുഷ്യന് ലഭ്യമായി കഴിഞ്ഞാൽ പിന്നെ ആരൊക്കെ ഏതൊക്കെ രീതിയിൽ അയാളെ പ്രയാസപ്പെടുത്തി കഴിഞ്ഞാലും അയാൾക്കതൊരു പ്രശ്നമുള്ള കാര്യമല്ല. കാരണം അള്ളാഹു ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വല്ലതും നൽകാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും അത് തടയാൻ വേണ്ടി ശ്രമിച്ചാലും അത് തടയാൻ സാധിക്കുകയില്ല. എന്നാൽ അള്ളാഹു ഒരു വ്യക്തിക്ക് ഏതെങ്കിലും രീതിയിൽ വല്ല പ്രയാസവും വരുത്തുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ പ്രയാസത്തെ തടുക്കാൻ ബാക്കി എല്ലാ ആളുകളും ശ്രമിക്കുന്നു എങ്കിൽ പോലും ആ പ്രയാസത്തെ മനുഷ്യർക്ക് തടുക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി, അള്ളാഹുവിന്റെ സ്നേഹം, അള്ളാഹുവിൽ നിന്നുള്ള അംഗീകാരം, പ്രീതി, അവിടുന്നുള്ള ആ തരത്തിലുള്ള ഇഷ്ടപ്പെടൽ അത് ലഭ്യമാവുക, അതൊരു വിശ്വാസിയായ മനുഷ്യന് ലഭ്യമാകുന്ന ലോകത്തെ ഏറ്റവും വലിയൊരു അംഗീകാരമാണ്. എന്നാൽ ആ അംഗീകാരം ലഭ്യമായ നമ്മുടെ മുൻഗാമികൾ കടന്നുപോയി. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അതുപോലെ ആ പ്രവാചകന്റെ കൂടെ ജീവിച്ചിരുന്ന സഹാബി വര്യന്മാര്, വിശുദ്ധ ഖുർആൻ അവരെ പുകഴ്ത്തിയും പ്രശംസിച്ചും പറഞ്ഞ ആയത്തുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാനിൻ റളിയല്ലാഹു അൻഹും വറളൂ അൻ. മുഹാജിറുകളിൽ നിന്നും അൻസാരികളിൽ നിന്നും ആദ്യമായി മുന്നോട്ട് വന്നവരും സുകൃതം ചെയ്തുകൊണ്ട് അവരെ പിൻപറ്റിയവരുമായ ആളുകളാരോ അവരെക്കുറിച്ച് അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. ആ തൃപ്തി നമ്മുടെ മുൻഗാമികൾക്ക് ലഭ്യമായി. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തികളുടെ മുഖത്ത് നോക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് സ്വർഗമുണ്ട് എന്ന് ഇഹലോകത്ത് തന്നെ അവരുടെ മുഖത്ത് നോക്കിയിട്ട് പ്രശംസാ രീതിയിൽ പറയുകയും ചെയ്തു. മാത്രവുമല്ല, ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇഹലോകത്ത് നിങ്ങൾക്ക് ചില നന്മകൾ വരാൻ സാധിക്കുന്നു. അതുപോലെ പാരത്രികമായ ലോകത്ത് വമ്പിച്ച രീതിയിൽ അള്ളാഹുവിൽ നിന്ന് നന്മകൾക്ക് ഇരട്ടിയായുള്ള പ്രതിഫല വാഗ്ദാനം, ചെറിയ കാര്യങ്ങൾക്ക് വലിയ വലിയ വാഗ്ദാനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ തൃപ്തി ലഭ്യമാവുക. ആരൊക്കെ നമ്മുടെ വീട്ടുകാർക്ക് നമ്മെ ഇഷ്ടമില്ലായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിന് നമ്മെ സ്നേഹമില്ലായിരിക്കാം, അതുപോലെ തന്നെ ഓഫീസിലോ നമ്മുടേതായ തൊഴിൽശാലകളിലോ ഇനി വ്യക്തികൾക്കിടയിലോ നമ്മെ ആളുകൾ അന്യനായി കണ്ടേക്കാം. പക്ഷേ അള്ളാഹു നമ്മെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ സ്നേഹമാണ് ഏറ്റവും വലിയ സ്നേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ്, ധാരാളമായിക്കൊണ്ട് നമ്മൾ കേൾക്കുന്ന ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അഹബ്ബല്ലാഹുൽ അബ്ദ നാദാ ജിബ്രീൽ. അള്ളാഹു ഒരു മനുഷ്യനെ അങ്ങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, സ്നേഹിച്ചു കഴിഞ്ഞാൽ, നാഥാ ജിബ്രീൽ, ജിബ്രീലിനെ വിളിക്കുകയാണ്. എന്നിട്ട് പറയും, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ, ഞാൻ ഈ മനുഷ്യനെ സ്നേഹിക്കുന്നുണ്ട് ജിബ്രീൽ. ഫഹിബ്ബുഹു, അതുകൊണ്ട് ജിബ്രീലെ നിങ്ങളും അയാളെ സ്നേഹിക്കണം. ഫയുഹിബ്ബുഹു ജിബ്രീൽ, ജിബ്രീലും ആ മനുഷ്യനെ സ്നേഹിക്കാൻ തുടങ്ങുകയാണ്. ഫയുനാദി ജിബ്രീൽ, എന്നിട്ട് ജിബ്രീൽ ആകാശ ലോകത്തുള്ള മലക്കുകളോടായിക്കൊണ്ട് വിളിച്ചു പറയുകയാ, ഫി അഹ്ലിസ്സമ, ആകാശത്തുള്ള മുഴുവൻ മലക്കുകളോടും, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ, അള്ളാഹു ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നുണ്ട്. ഫഹിബ്ബുഹു, അതുകൊണ്ട് നിങ്ങളും അയാളെ സ്നേഹിക്കണം. ഫയുഹിബ്ബുഹു, അപ്പൊ ആകാശ ലോകത്തുള്ള മുഴുവൻ മലക്കുകളും ആ മനുഷ്യനെ സ്നേഹിക്കും. അതുമാത്രമല്ല, ആകാശ ലോകത്തുള്ള മലക്കുകൾ ആ മനുഷ്യനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ തുമ്മ യൂലഹുൽ ഖബൂലു ഫിൽ അർള്, പിന്നീട് ആ മനുഷ്യന് ഭൂമിയിൽ സ്വീകാര്യത ലഭിക്കുമെന്നതാണ്. അപ്പൊ അള്ളാഹുവിന്റെ സ്നേഹം ഒരു മനുഷ്യന് ലഭ്യമായി കഴിഞ്ഞാൽ ജിബ്രീലിനെ വിളിക്കുന്നു, ജിബ്രീലിനോട് അത് അറിയിക്കുന്നു. ജിബ്രീൽ അത് ആകാശ ലോകത്തുള്ള മുഴുവൻ മലക്കുകളോടായിക്കൊണ്ട് അള്ളാഹുവിന്റെ സ്നേഹം ആ മനുഷ്യന് ലഭ്യമായിട്ടുണ്ട്, നിങ്ങളും അയാളെ സ്നേഹിക്കണമെന്ന് പറയുകയും അവരൊക്കെ അയാളെ സ്നേഹിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തുമ്മ യൂലഹുൽ ഖബൂലു ഫിൽ അർള്, ഭൂമിയിൽ ആ മനുഷ്യന് സ്വീകാര്യത ലഭ്യമാകും. അപ്പൊ അങ്ങനെയുള്ള ഒരു മനുഷ്യനായി തീരാൻ അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും സ്നേഹവും ഏത് വിധേനയൊക്കെയാണ് നമുക്ക് ലഭ്യമായി തീരുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് സംഗതികൾ നമ്മെ പഠിപ്പിച്ചു. ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ തൃപ്തി നമുക്ക് ലഭ്യമാവുകയാണ്, അള്ളാഹുവിന്റെ നല്ല സ്നേഹം നമുക്ക് ലഭ്യമാവുകയാണ്. അത് മാത്രമല്ല, അള്ളാഹുവിന്റെ സ്നേഹം ലഭ്യമായി തീരുന്നു, അതുപോലെ ജീവിതത്തിൽ ഉപജീവനം വിശാലമായി തീരും. അള്ളാഹു ഒരുപാട് തരത്തില് നമ്മുടെ മനസ്സിന്, ചിലപ്പോൾ കഴിക്കുന്ന ഭക്ഷണം വളരെ അല്പം കുറവായിട്ടുള്ള ഭക്ഷണമായിരിക്കും, ഭക്ഷണ പദാർത്ഥങ്ങൾ വളരെ കുറവായിരിക്കും. ചില ആളുകളുണ്ടല്ലോ, നമ്മുടെ നാട്ടിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ഏറ്റവും വിഭവസമൃദ്ധമായ ആഹാരം കഴിക്കുന്നു,
പക്ഷേ അവർ പറയുകയാ, ഞങ്ങൾക്ക് വയറ് നിറയുന്നില്ല, ഭക്ഷണം കഴിച്ചിട്ടും ശരീരത്തിന് രോഗങ്ങളാണ്, പ്രയാസങ്ങളാണ്, ദുരിതങ്ങളാണ്. എന്നാലോ ചില ആളുകളോ അവർ കുടിലുകളിലായിരിക്കും താമസിക്കുന്നത്. അതല്ലെങ്കിലോ ഏറ്റവും ചെറിയ നിസ്സാരമായിക്കൊണ്ട് നമ്മൾ ഗണിക്കുന്ന റൊട്ടിക്കഷ്ണം കഴിച്ചുകൊണ്ട് ജീവിക്കുന്ന ചില ആളുകൾ, അവരുടെ മനസ്സിന് സമാധാനമുണ്ട്. അവർക്ക് ചിലപ്പോൾ ഈ കസേരയിൽ ഇരിക്കുമ്പോൾ വലിയ സ്വസ്ഥതയുണ്ട്, മറ്റേ ആളുകൾക്ക് സമാധാനം ലഭിക്കുന്നില്ല. അവർക്ക് കിടന്നുറങ്ങുമ്പോൾ സമാധാനമുണ്ട്, പട്ടിണിപ്പാവങ്ങൾക്ക്. പക്ഷേ ചില ആളുകൾക്ക് സമാധാനം ലഭിക്കുന്നില്ല. അപ്പൊ എങ്ങനെയാണ് ഈ സമാധാനം ലഭ്യമാകുന്നത്? എങ്ങനെയാണ് ജീവിതത്തിൽ ബർക്കത്ത് ലഭ്യമായി തീരുന്നത്? അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ തൃപ്തി ഒരു മനുഷ്യന് ലഭ്യമായി കഴിഞ്ഞാൽ, സ്നേഹം ലഭ്യമായി കഴിഞ്ഞാൽ, അയാളുടെ ഉപജീവനം പോലും വിശാലമായി തീരും. അതിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം അള്ളാഹു ഒരു മനുഷ്യന് ഏതെങ്കിലും രീതിയിൽ റിസ്ക് നൽകാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, കണക്കാക്കാത്ത രീതിയിൽ ആ മനുഷ്യൻ അള്ളാഹു ഇങ്ങനെ ഉപജീവനം നൽകിക്കൊണ്ടേയിരിക്കും. എന്തു വേണം? അള്ളാഹുവെ സൂക്ഷിക്കണമെന്നതാണ്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, അള്ളാഹുവെ സൂക്ഷിക്കുന്ന മനുഷ്യൻ, ആ സൂക്ഷിക്കുന്ന മനുഷ്യന് ജീവിതത്തിൽ അവൻ ചെയ്യുന്ന പാപങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ട് കരയാൻ കഴിയും. അവൻ ചെയ്യുന്ന തിന്മ ചെറുതാണെങ്കിലും ചെറിയൊരു കുറ്റബോധമുണ്ടാകും. തിന്മയിലേക്ക് നടന്നു നീങ്ങുന്ന നാളുകളിൽ, സമയങ്ങളിൽ അവന്റെ മനസ്സിൽ ചെറിയ ടെൻഷൻ അനുഭവപ്പെടും. മറ്റുള്ളവർക്ക് അതുണ്ടാവില്ല. ചില ആളുകൾക്ക് എന്ത് കാര്യം ചെയ്താലും, എത്ര വലിയ കുറ്റം ചെയ്താലും മനസ്സിന് ഒരു തരത്തിലും ഒരു പ്രയാസം ഉണ്ടാവില്ല. പക്ഷേ ഒരു വിശ്വാസിയുടെ മനസ്സിന് അതൊരു കറുത്ത കുത്തായിരിക്കും. അതുകൊണ്ടാണ് തിന്മ ചെയ്യാത്തവരായി ലോകത്ത് ആരുമില്ല. എന്നാൽ തിന്മ ചെയ്തതിന് ശേഷം പശ്ചാത്തപിക്കുന്ന മനസ്സുണ്ടോ, ആ മനസ്സിന് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. റമദാനിൽ നമ്മൾ അള്ളാഹുവോട് കരഞ്ഞു പ്രാർത്ഥിച്ചിരുന്നു. നമുക്ക് നമ്മുടെ നാളുകൾ അങ്ങനെയായിരുന്നു. ഇനി അടുത്ത റമദാനിൽ കാണാമെന്ന രീതിയിലേക്ക് മാറി നമ്മുടെ പശ്ചാത്താപ മനസ്ഥിതി. അല്ലെങ്കിൽ നമസ്കാരം കഴിഞ്ഞാൽ ഒരു അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്ന അവിടെ അവസാനിച്ചു. ചില ആളുകളോ പ്രഭാതങ്ങളിൽ, പ്രദോഷങ്ങളിൽ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നു, അവിടെ അവസാനിച്ചു. ചില ആളുകൾ അങ്ങനെയല്ല, എപ്പോഴും അള്ളാഹുവോട് പ്രാർത്ഥിക്കണം. എങ്ങനെ? മനസ്സുകളിൽ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച തിന്മകൾ ഓർത്തുകൊണ്ട് കരയാൻ, പാപമോചനം. അതാണ് മനുഷ്യനെ സംസ്കരിക്കുന്നത്, മാറ്റിയെടുക്കുന്നത് എന്നതാണ്. നോക്കൂ നിങ്ങൾ, ഇസ്തിഗ്ഫാർ കൊണ്ടുള്ള ഏറ്റവും വലിയ ഉപയോഗം അല്ലെങ്കിൽ അയാൾക്ക് ലഭ്യമാകുന്നത് എന്നത് വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അവർ പാപമോചനം തേടിക്കൊണ്ടിരുന്നാൽ അള്ളാഹു പിന്നെ അവരെ ശിക്ഷിക്കുകയില്ല. അതുപോലെ തന്നെ പാപമോചനം നടത്തുന്ന മനുഷ്യന്മാരുടെ ജീവിതത്തിൽ അവരിന്ന് ദുഃഖങ്ങൾ നീങ്ങുകയും ബുദ്ധിമുട്ടുകൾ നീങ്ങുകയും കൂടാതെ ആ നാട്ടിൽ മഴ വർഷിക്കുകയും സന്താന സൗഭാഗ്യമുണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ ഒരുപാട് നന്മകൾ ആ നാട്ടിലും സമൂഹത്തിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ വരും. എന്തുകൊണ്ട്? പശ്ചാത്തപിക്കുന്ന മനസ്സുണ്ടെങ്കിൽ. അങ്ങനെയുള്ള മനസ്സിനെ അള്ളാഹുവിന് വലിയ സ്നേഹവും ഇഷ്ടമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ആ പശ്ചാത്തപിക്കുന്ന മനസ്സുകൾക്ക് വേണ്ടി മൻ താബ ഖബല അൻ തതുല അശംസു മിൻ മഅരിബിഹാ താബല്ലാഹു അലൈഹി, അള്ളാഹു എൻ്റെ കൈകൾ നീട്ടുകയാണ് പശ്ചാത്താപം സ്വീകരിക്കാനായിക്കൊണ്ട്. കൂടാതെയോ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചുവല്ലോ, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. ധാരാളമായി കൊണ്ട് ശുദ്ധി വരുത്തുന്നവരെയും പശ്ചാത്തപിക്കുന്നവരെയും അള്ളാഹുവിന് ഇഷ്ടമാണ്, സ്നേഹമാ. അവർ അള്ളാഹ് സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു, ആദരിക്കുന്നു എന്നതാണ്. അപ്പൊ അള്ളാഹുവിന്റെ സ്നേഹം അങ്ങനെയുള്ള ആളുകൾക്ക് ലഭ്യമായി തീരുന്നു. അതുകൊണ്ട് ധാരാളക്കണക്കിന് പശ്ചാത്താപ പ്രാർത്ഥനകൾ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. നമ്മെ കൊണ്ട് പഠിക്കാൻ കഴിയുന്ന പ്രാർത്ഥനകൾ ഏതുവോ അത് പഠിക്കുക. കാരണം അതിലൂടെയാണ് നന്മയിലേക്ക് കുതിക്കുക. വസാരിഊ ഇലാ മഗ്ഫിറതി മിൻ റബ്ബിക്കും വജന്നത്തിൻ അർദു വസ്സമാവാതു വൽ അർദു ഉഇദ്ദത ലിൽ മുത്തഖീൻ. അല്ലാഹുവിലേക്ക് കുതിക്കണം. കുതിക്കണമെങ്കിൽ ഒന്നാമതായി വേണ്ടത് പശ്ചാത്തപിക്കുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്നത് രാത്രിയിൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുദീർഘമായി കൊണ്ട് നമസ്കരിച്ച ഹദീസുകൾ നമ്മൾ കേട്ടു. അങ്ങനെ നമസ്കരിക്കുമ്പോൾ പോലും ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, എന്തിനാ റസൂലേ പാപങ്ങൾ ചെയ്യാത്ത, പാപങ്ങളിലേക്ക് പോകാത്ത, ഇനിയോ എന്തു വന്നാലും ഒക്കെ അല്ലാഹു പുറത്തു തരുമെന്ന് പറഞ്ഞ് നിങ്ങൾ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ടുകൊണ്ട് കാലിൽ നീര് വന്നുകൊണ്ട് നമസ്കരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അഫല അകൂന അബ്ദൻ ശുകൂറ, ഞാൻ നന്ദി കാണിക്കുന്ന ഒരു അടിമാവേണ്ടതില്ലയോ ആയിഷ എന്നൊരു മറുപടിയാണ് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസത്തിൽ 70-ൽ പരം എന്നും 100-ലധികം
തവണ അള്ളാഹുവോട് പശ്ചാത്തപിക്കുന്നു എന്നും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. പാപങ്ങൾ ചെയ്യാത്ത, പാപങ്ങളിലേക്ക് അടുക്കാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രമാത്രം അള്ളാഹുവോട് പശ്ചാത്തപിച്ചിരുന്നു. കൂടാതെ വിശ്വാസികളായ ആളുകൾ പശ്ചാത്തപിക്കാനായിക്കൊണ്ട് ഒരുപാട് സമയങ്ങൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒന്ന് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ താൻ ചെയ്ത കുറ്റങ്ങൾ, പലതരത്തിലുള്ള കുറ്റങ്ങൾ മനുഷ്യർ ചെയ്യുന്നുണ്ട്. മനുഷ്യരുടെ പ്രകൃതിയിൽ സംഭവിച്ചു പോയത്, ചിലർ മുമ്പെന്നോ ചെയ്ത കുറ്റങ്ങളെ കുറിച്ച് എപ്പോഴും ടെൻഷൻ അനുഭവിപ്പിക്കുന്നു. എന്നാൽ ആ പാപങ്ങൾ അള്ളാഹിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞാൽ അള്ളാഹുവിന് ആ മനുഷ്യന് വലിയ ഇഷ്ടമാ, സ്നേഹമാ. അതുകൊണ്ടാണ് കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽഅസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അവരല്പം മാത്രമേ ഉറങ്ങാറുള്ളൂ, ബാക്കിയുള്ള സമയം അവർ പാപമോചനം തേടുന്നു. അതിന് വിശ്വാസിയുടെ ലക്ഷണമായിക്കൊണ്ട് എണ്ണി പറയുകയാണ്. പിന്നെയോ ഒരു സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്ന സമയത്ത്, ആ സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്, അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് എന്തൊക്കെ അയാളിൽ സംഭവിച്ചുവോ അതൊക്കെ അയാളിന്ന് അള്ളാഹു പുറത്തു കൊടുക്കുകയാണ് അയാളുടെ ചർച്ചയിൽ. പിന്നെയോ ഈ ഇസ്തിഗ്ഫാർ നടത്തുന്ന മനുഷ്യൻ അത് ആത്മാർത്ഥമായി നടത്താനുള്ള ഒരു പ്രകൃതി അല്ലെങ്കിൽ പ്രകൃതം ആ മനുഷ്യരുണ്ടായിരിക്കണം. അതല്ലാതെ ഇസ്തിഗ്ഫാർ ബിലാ ഇഖ്ലാ തൗബത്തിൽ കദ്ദാബീൻ, പാപങ്ങളിൽ അല്ലെങ്കിൽ തെറ്റുകളിൽ നിന്ന് വിരമിക്കാതെയുള്ള പശ്ചാത്താപം എന്നത് അത് കള്ളന്മാരുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളുടെ പശ്ചാത്താപമായിക്കൊണ്ടാണ് പണ്ഡിതന്മാരെ വിശദീകരിച്ചിട്ടുള്ളത്. ഖാദി ഫുളൈൽ ഇബ്നു ഇയാദിനെ പോലെയുള്ള ആളുകൾ. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, നിങ്ങളുടേതായ ജീവിതത്തിൽ നമസ്കാരം കഴിഞ്ഞാൽ നമസ്കാരത്തിന് ശേഷം അള്ളാഹുവോട് പാപമോചനം തേടുക. കാരണം അത് ഏറ്റവും നല്ലൊരു സമയമായി കൊണ്ട് പോലും പഠിപ്പിക്കുകയാണ്. നമസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്ന സമയത്ത് അസ്തഗ്ഫിറുല്ലാ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് എന്തൊരു സന്തോഷമുണ്ടായോ ഉടൻ അള്ളാഹുവോട് പശ്ചാത്തപിക്കുക. വിജയങ്ങൾ ഉണ്ടാകുമ്പോൾ, സന്തോഷമുണ്ടായി കഴിഞ്ഞാൽ അപ്പോഴാണ് പശ്ചാത്തപിക്കേണ്ടത്. അതൊക്കെ അള്ളാഹുവിന് വലിയ ഇഷ്ടമായി കൊണ്ടാണ് പഠിപ്പിക്കുന്നത്. പിന്നെയോ ഹജ്ജ് വേളയിലെ അറഫയിലെ നൃത്തം അവസാനിക്കുന്ന സമയത്ത്, അവസാനിച്ചതിന് ശേഷം അപ്പോഴും പശ്ചാത്താപം ഏറ്റവും നല്ല സമയമായി കൊണ്ട് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസികളായ ആളുകൾ അത്തരത്തിലുള്ള സമയങ്ങൾ, സന്ദർഭങ്ങൾ മനസ്സിലാക്കിയിട്ട് അള്ളാഹുവോട് നിരന്തരമായി കൊണ്ട് പശ്ചാത്തപിക്കുക. പശ്ചാത്തപിക്കുന്ന മനുഷ്യന് നിഷ്കളങ്കതയാണ് ഉണ്ടാവേണ്ടത്. കാരണം ആ പറയുന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായ ഒരു ബോധമുണ്ടായിരിക്കുക എന്നത്. അതുകൊണ്ട് നിരന്തരമായിക്കൊണ്ട് നമ്മൾ ആ പശ്ചാത്താപവുമായി കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വതൂബു ഇലല്ലാഹി ജമിയ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചുകൊണ്ട് മടങ്ങുക. എന്തിനു വേണ്ടി? നിങ്ങൾ വിജയികളായി തീരാൻ വേണ്ടി. അതുപോലെ തന്നെ അസ്തഗ്ഫിറൂ റബ്ബക്കും തുമ്മ തൂബൂ ഇലൈഹി, നിങ്ങൾ നിങ്ങളുടെ നാഥനോട് പാപമോചനം തേടുക, ശേഷം അവങ്ങനെയിലേക്ക് അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് നിങ്ങൾ പശ്ചാത്തപിച്ചുകൊണ്ട് മടങ്ങുകയും ചെയ്യുക. ഇതൊക്കെ വിജയം അല്ലെങ്കിൽ വിജയികളായി തീരാൻ വേണ്ടിയായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ചില സംഗതികൾ കൂടിയാണ്. കൂടാതെയോ വിശ്വാസികളായ ആളുകൾ എത്ര വലിയ പാപം ചെയ്താലും ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഇന്നല്ലാഹ അസ്സ വജൽ യഖ്ബലു തൗബത്തൽ അബ്ദി മാലം യുഅർഗിർ, റൂഹ് അവന്റെ തൊണ്ടക്കുഴിയിലേക്ക് എത്തുന്നത് വരെ ഒരടിമയുടെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കും എന്നതാണ്. പലപ്പോഴും എനിക്ക് അള്ളാഹ് പുറത്തു തരുമോ എന്ന ഒരു തരത്തിലുള്ള ചിന്തയാണ് മനുഷ്യരിലേക്ക് സംഭവിക്കുന്നത്. അങ്ങനെയല്ല, ഏത് മനുഷ്യർക്കും അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. എത്ര ആളുകളെ കൊന്ന അല്ലെങ്കിൽ 99 ആളെ കൊന്ന ഒരു മനുഷ്യന്റെ ചരിത്രമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അയാൾക്ക് വരെ അള്ളാഹ് പുറത്തു കൊടുത്ത സംഭവങ്ങൾ നമുക്കറിയാം. അതുപോലെ ഒരുപാട് ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ വന്നുകൊണ്ട് തന്നെ പാപങ്ങൾ അവർ ചെയ്തു പോയതിനെ കുറിച്ച് അവര് വലിയ വേദനയോടെ, പ്രയാസത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷത്തിൽ പറഞ്ഞു. വ്യഭിചാരിണിയായ സ്ത്രീ വന്നുകൊണ്ട് എന്നെ എറിഞ്ഞു കൊന്നാലും റസൂലേ എന്ന് പറയുമ്പോൾ ആ സ്ത്രീയെ പലതവണയായി മടക്കി അയക്കുകയും അവസാനം എറിഞ്ഞു കൊല്ലുകയും ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നിൽക്കുമ്പോൾ ആ ഉമർ റളിയല്ലാഹുവിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുന്നത് പോലുമുണ്ട്. ഈ സ്ത്രീ ഉണ്ടല്ലോ, ഈ സ്ത്രീയുടെ പശ്ചാത്താപം എന്നത് മദീനയിലെ 70ഓളം മുനാഫികൾക്കിടയിൽ വിധിച്ചാൽ പോലും ഈ സ്ത്രീയാണ് ശ്രേഷ്ഠത, അല്ലെങ്കിൽ അവളാണ് ഉത്തമ. കാരണം അവൾ അവളുടെ പാപത്തെ ഏറ്റുപറഞ്ഞു, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങി, അവൾ ഉത്തമയാണ് എന്നതാണ്. അതുപോലെ ഇങ്ങനെ ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിന്റെ സ്നേഹം ലഭ്യമാകാൻ പശ്ചാത്തപിക്കുന്ന മനസ്സ് തമ്മിൽ ഉണ്ടാവുക എന്നതാണ്. പിന്നെയോ രണ്ടാമതായ ഒരു മനുഷ്യനിൽ അള്ളാഹുവിന്റെ ഇഷ്ടം, സ്നേഹം ലഭ്യമായി തീരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് ക്ഷമ അവലംബിക്കുക എന്നത്.
ക്ഷമിക്കുക, പൊറുക്കുക, സഹിക്കുക. ഏത് സമയത്തും നമുക്ക് പ്രവാചകന്മാരുടെ ജീവിതങ്ങളുണ്ട്. അയ്യൂബ് അലൈഹിസ്സലാമിന്റെ ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് രോഗങ്ങൾ വന്നതും പ്രയാസങ്ങൾ അനുഭവിച്ചതും. എന്തിനാ വിശുദ്ധ ഖുർആൻ അത്തരത്തിൽ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്? വലിയ ഗുണപാഠങ്ങൾ അവയിലൂടെ നമുക്ക് വായിച്ചെടുക്കാം. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ തന്നെയും ഒരുപാട് പ്രയാസങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചതും സ്വഹാബികൾ കേൾക്കേണ്ടി വന്നതും ആ മർദ്ദനങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നത് എന്തിനാ? ചരിത്രങ്ങളൊക്കെ എന്തിനാ നമ്മൾ വായിക്കുന്നത്? അതിലൂടെയുള്ള ഗുണപാഠങ്ങൾ വായിച്ചറിഞ്ഞുകൊണ്ട് ക്ഷമിക്കാൻ, നമ്മുടെ പ്രയാസങ്ങൾ നമുക്ക് വരുമ്പോൾ നമുക്ക് മാതൃകയാക്കാൻ അവരാണ്. ഏത് വിഷയത്തിലാവട്ടെ നമുക്ക് പിൻപറ്റാനും അനുഗമിക്കാനും അനുകരിക്കാനും എല്ലാറ്റിനും അവരെ പിൻപറ്റാനായിരിക്കണം കഴിയേണ്ടത്. കാരണം ഫസ്ബിർ കമാ സബറൽ അസ്മിൽ മിനർ റുസുൽ, അതായത് ഉലുൽ അസ്മിലെ പ്രവാചകന്മാരെ ക്ഷമിച്ചതുപോലെ, അവർ സഹിച്ചതുപോലെ അത്രയും ക്ഷമ, ആ ക്ഷമയായിരിക്കണം നമ്മിൽ ഉണ്ടാവേണ്ടത്. അതുപോലെ നിങ്ങൾ ക്ഷമിക്കുക. ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ, ആ പ്രവാചകന്മാരുടെ ക്ഷമാ മനസ്ഥിതി അതായിരിക്കണം ഒരു വിശ്വാസിയായ മനുഷ്യരിലേക്ക് കടന്നു വരേണ്ടത്. പിന്നെയോ ഇന്നമാ യുവഫ്ഫസ് സ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, ക്ഷമിക്കുന്ന ആളുകൾക്ക് അല്ലാഹു കണക്ക് നോക്കാതെയാണ് പ്രതിഫലം നൽകുന്നത്. മറ്റെന്ത് വിഷയത്തിലും പ്രതിഫലം കൊടുക്കുമ്പോൾ ഇത്രയാ അതിന്റെ ഓഹരി എന്ന് പോലും പല വിഷയങ്ങളിലും പറയുന്നുണ്ട്. അതായത് ഇന്ന ദിക്ർ ചൊല്ലിയാൽ, പ്രാർത്ഥന ചൊല്ലിയാൽ ആ മനുഷ്യന് അല്ലാഹു ഇത്ര പ്രതിഫലം നൽകുന്നു എന്നാണ് പഠിപ്പിക്കുന്നത്. എന്നാലോ ക്ഷമിക്കുന്ന ഒരു മനുഷ്യനെ നൽകുന്നതിനെ കുറിച്ച് പറയുന്നത് കണക്ക് നോക്കാതെ അയാൾക്ക് അല്ലാഹു നൽകുന്നു. ഇങ്ങനെയായി കണക്ക് നോക്കാതെ നൽകുന്നത്. ആ ക്ഷമ എന്ന മനസ്ഥിതി പലപ്പോഴും എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ആർക്കായാലും നഷ്ടപ്പെട്ടു പോകുന്ന സംഭവമാണ്. അത് നമ്മുടെ സംസാരങ്ങളിലൂടെയല്ല ഉണ്ടാവേണ്ടത്, ജീവിതത്തിലൂടെ അത്തരത്തിലുള്ള ഘട്ടങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ, അത്തരത്തിലൊരു ദുരിതമിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോഴാണ്, അവിടെയാണ് ആ ക്ഷമ എന്ന വാക്ക് പ്രാവർത്തികമാക്കേണ്ടത്. സബർ എന്ന വാക്കിന്റെ അർത്ഥം അവിടെയാണ് നമ്മൾ പ്രതിഫലിപ്പിക്കേണ്ടത്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം തന്നെയാണ് വിശ്വാസികളായ ആളുകൾക്ക് ആ വിഷയത്തിൽ മാതൃകയായിട്ടുള്ളത്. അതിലെ ചരിത്രങ്ങൾ നമ്മൾ പറയേണ്ടതില്ല. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ക്ഷമിച്ചതുപോലെ പ്രവാചകന്റെ മകൻ ഇബ്രാഹിം എന്ന കുട്ടി മരിച്ചു. ആളുകൾ വന്നുകൊണ്ട് എപ്പോഴും പരിഹസിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പല ഘട്ടങ്ങളിൽ പരിഹസിച്ചിട്ടുണ്ട്. എന്തൊക്കെ ഘട്ടങ്ങളിൽ പരിഹസിച്ചിട്ടുണ്ട്? ഈ മുഹമ്മദിനുണ്ടാകുന്ന സന്താനങ്ങൾ മുഴുവനും മരിക്കുകയാ. അപ്പൊ ഇതാ ഇബ്രാഹിം മരിക്കുന്നു, വാരറ്റവൻ, പരമ്പരയില്ലാത്തവൻ, സന്താനം നിലനിൽക്കാത്തവൻ എന്ന രീതിയിൽ പരിഹാസങ്ങൾ ഏൽക്കുന്നു. അല്ലെങ്കിലേ പരിഹാസങ്ങളാണ്. ആ പ്രവാചകൻ ഇതുകൂടി കേൾക്കുമ്പോഴും ക്ഷമിക്കുന്ന ഒരു മനസ്ഥിതി, ആ നബിയെയാണ് നമ്മൾ പിൻപറ്റേണ്ടത്. നമുക്ക് സന്താനങ്ങൾ അള്ളാഹു നൽകി. ആ സന്താനങ്ങളിൽ ഒരു മകനെ തിരിച്ചു വിളിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനക്ക് നൽകി, ആ നൽകിയതിന് അവൻ തിരിച്ചെടുത്തു. അതുപോലെ എന്തെങ്കിലും ഒരു രോഗം വരുമ്പോ എനിക്ക് ഇത്രയല്ലേ വന്നിട്ടുള്ളൂ, എന്നേക്കാൾ നരകമായ അല്ലെങ്കിൽ നരകവേദന അനുഭവിക്കുന്ന എത്രയോ മനസ്സുകളുണ്ട്, എത്രയോ ശരീരങ്ങളുണ്ട്, പലതരത്തിലുള്ള രോഗങ്ങൾ അനുഭവിക്കുന്ന മനസ്സുകളുണ്ട്. അതായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത്. പലപ്പോഴും നമ്മൾ നമ്മേക്കാൾ മുകളിലുള്ളവരുടെ സുഖസൗകര്യങ്ങളും ആഡംബരരഹിതമായ ജീവിതവും നോക്കിയിട്ട് നമുക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ നമ്മൾ തിരിച്ചറിയപ്പെടാൻ സാധിക്കാതെ വരുന്നുണ്ട്. അങ്ങനെയല്ല, നമ്മേക്കാൾ താഴെയുള്ളവരിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളുടെ വലിപ്പം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അതപ്പം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ ആളുകൾ അവർ ക്ഷമിക്കുക. യാ അയ്യുഹല്ലദീന ആമനൂ സ്ബിറൂ വസ്വാബിറൂ, നിങ്ങൾ ക്ഷമിക്കുകയും ക്ഷമയിൽ മുന്നേറുകയും ചെയ്യുക എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, ക്ഷമ എന്നത് പ്രകാശമാണ്. അതുപോലെ തന്നെ ക്ഷമയെക്കുറിച്ച് പഠിപ്പിച്ച ഒരുപാട് സംഭവങ്ങൾ. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശുദ്ധ ഖുർആന്റെ ആയത്തുകളിൽ നിരവധി സ്ഥലങ്ങളിൽ ക്ഷമ അല്ലെങ്കിൽ സബറിൻ്റെതായ പ്രാധാന്യം പഠിപ്പിക്കുന്നുവെങ്കിൽ അതെന്തിനാണ് നമ്മൾ വായിക്കുന്നത്? ജീവിതത്തിൽ അള്ളാഹുവിന്റെ സ്നേഹം ലഭ്യമാകണം. പ്രതിസന്ധികൾ, ദുരിതങ്ങൾ കടന്നു വരുമ്പോൾ അള്ളാഹുവിന്റെ സ്നേഹം ലഭ്യമാകണമെങ്കിൽ ക്ഷമിക്കുക എന്നത് എൻ്റെ മേൽ ബാധ്യതയാണ് എന്ന തിരിച്ചറിവ്. ഹൻസ എന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് മക്കൾ നഷ്ടപ്പെട്ടു, ഭർത്താവ് നഷ്ടപ്പെട്ടു, സഹോദരങ്ങൾ കൊല്ലപ്പെട്ടു, എല്ലാവരും മരിക്കുമ്പോഴും അവർ പറയുകയാ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചുവോ? പ്രവാചകൻ എന്തെങ്കിലും ഏൽക്കേണ്ടി വന്നുവോ? പ്രവാചകരെ കുറിച്ച് ഓർക്കുന്ന സഹാബ വനിതകൾ നോക്കൂ നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് ഒരു സ്ത്രീ അവർക്ക് സംഭവിച്ച രോഗത്തെക്കുറിച്ച്, പ്രയാസത്തെക്കുറിച്ച് നബിയുടെ അരികിൽ വന്നുകൊണ്ട് പറയുകയാം, റസൂലേ, എനിക്ക് അപസ്മാരക രോഗമുണ്ട്, ഞാൻ എന്താ ചെയ്യാം? കാരണം അപസ്മാരക രോഗം ഉണ്ടാകുക എന്നത് ആരും ഇഷ്ടപ്പെടാത്ത രോഗമാ. എന്തേ? വായിലൂടെയുമൊക്കെ
പലതരത്തിൽ പ്രയാസങ്ങൾ. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു രോഗം വന്ന സ്ത്രീയോട് പോലും റസൂൽ പറയുകയാം, നീ ക്ഷമിച്ചോ, നിനക്ക് സ്വർഗമുണ്ട്. അപ്പൊ അവര് വീണ്ടും ഈ തരത്തിൽ ആവശ്യപ്പെടുമ്പോൾ നബി പറയാണ്, ക്ഷമിച്ചു കഴിഞ്ഞാൽ നിനക്ക് സ്വർഗമുണ്ട്. അവസാനം അവർ പറയാ, എനിക്ക് രോഗമുണ്ടാകുന്ന സമയത്ത് എൻ്റെ ശരീരത്തിൽ വസ്ത്രങ്ങൾ നീങ്ങിപ്പോകുന്നു, അത് നീങ്ങാതിരിക്കാൻ വേണ്ടിയെങ്കിലും എനിക്ക് പ്രാർത്ഥിക്കും. അവിടെയാ റസൂൽ പ്രാർത്ഥിക്കുന്നത്, വസ്ത്രങ്ങൾ ശരീരത്തിൽ നീങ്ങാതിരിക്കാൻ, അല്ല രോഗം മാറാനല്ല. കാരണം ആ രോഗം പോലും ജീവിതത്തിൽ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ലഭ്യമായി തീരുന്നു എന്നതാണ്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് ഒരു സ്വഹാബി പറയുകയാ, എൻ്റെ 2 കണ്ണുകളും നഷ്ടപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ ആ കണ്ണുകൾ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ കണ്ണിന് കാഴ്ച കിട്ടാനല്ല റസൂൽ പ്രാർത്ഥിക്കുന്നത്, മറിച്ച് നീ ക്ഷമിച്ചോ, നിനക്ക് ആ ക്ഷമ മുഖേന മുന്നേറാൻ കഴിയും. നിനക്ക് നീ ക്ഷമിക്കുകയും ഈ പരീക്ഷണത്തിൽ നീ വിജയിക്കുകയും ചെയ്താൽ, കാരണം ഈ ഇഹലോകത്തിലെ ഒരുപാട് മനോഹാരിതകള്, സൗന്ദര്യകരമായ ഒരുപാട് കാര്യങ്ങൾ, പ്രകൃതിയും ഒക്കെ കാണാനുള്ള കണ്ണ് ഇതെനിക്കൊന്ന് കിട്ടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യൻ, പക്ഷെ അയാളോട് പറയാ, നീ ക്ഷമിച്ചു കഴിഞ്ഞാൽ നിനക്ക് സ്വർഗമുണ്ട് എന്നത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുന്ന ഒരു സംഭവം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ തന്നെയും അതുപോലെ തന്നെ രക്തങ്ങൾ വന്നപ്പോൾ ആ പല്ല് പൊട്ടിയതൊക്കെ സംഭവങ്ങൾ അറിയാം. അതുപോലെ സഹാബികൾക്ക് വരുമ്പോൾ ആ സമയത്ത് പോലും റസൂൽ പറയുന്നത് അവർക്കെതിരെ ശാപപ്രാർത്ഥനയല്ല, മറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്നത് അവർക്ക് പുറത്തു കൊടുക്കണമേ, ദുരിതങ്ങൾ ഏൽപ്പിച്ചവർക്ക് പുറത്തു കൊടുക്കാനാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മളോ നമുക്കെന്തെങ്കിലും ഒരു ദുരിതം ആരെങ്കിലും ഏൽക്കുമ്പോഴേക്ക് നമ്മൾ അവരെ ശപിക്കുകയും ശകാരിക്കുകയും ഉപദ്രവിക്കുകയും തിരിച്ച് പ്രതികാര നടപടികളിലൂടെയാണ് മുന്നേറുന്നത്. എന്നാൽ ക്ഷമിച്ചുകൊണ്ട് സഹിച്ചുകൊണ്ട് നിന്നു കഴിഞ്ഞാൽ അത് മുഖേന പ്രതിഫലം ലഭ്യമാകുന്നു. നോക്കൂ നിങ്ങൾ, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാം, മാ യുസീബുൽ മുസ്ലിമു മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹസനിൻ വലാ അദാ വലാ ഗമ്മിൻ ഹത്താ ശൗകതി ഷാഖുഹാ ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായാ. ഒരു മുസ്ലിമിന് വല്ല വിപത്തും വല്ല ദുരിതവും ബാധിക്കുകയാണെങ്കിൽ, ഒന്നെങ്കിൽ ക്ഷീണമായിരിക്കാം, അല്ലെങ്കിൽ രോഗമായിരിക്കാം, അല്ലെങ്കിൽ ക്ലേശമായിരിക്കാം, ദുഃഖമായിരിക്കാം, ബുദ്ധിമുട്ടായിരിക്കാം, മനോവേദനയായിരിക്കാം, എന്താണെങ്കിലും ഇനി എന്ത് വേണ്ട, ഒരു മുള്ള് കാലിന്മേൽ തറച്ചാൽ പോലും, നടന്നു പോകുന്ന വഴിയെ കാലിന്മേൽ ഒരു മുള്ള് തറക്കുകയാണെങ്കിൽ പോലും അത് കാരണമായി അള്ളാഹു അവന്റെ പാപങ്ങൾ അവന് പുറത്തു കൊടുക്കുന്നു എന്നതാണ്. എന്ത് ഏൽക്കേണ്ടി വരുന്നുവോ അത് മുഖേന അയാളുടെ പാപങ്ങൾ ആ മനുഷ്യൻ അള്ളാഹു പുറത്തു കൊടുക്കുന്നു എന്നാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആന്റെ ആയത്താണ് നമുക്ക് ഈ വിഷയത്തിൽ ഏറ്റവും നല്ലത്. സൂറത്തുൽ ബഖറയിൽ തന്നെ വലനബലുവന്നകും ബിശൈഇൽ ഖൗഫി വൽജൂ വനഖ്സിം മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീന അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഭയം, പട്ടിണി, അതുപോലെ തന്നെ ധനനഷ്ടം, വിഭവനഷ്ടം, ഒരുപാട് നഷ്ടങ്ങൾ, ജീവനഷ്ടമൊക്കെ മുഖേന അള്ളാഹു നമ്മെ പരീക്ഷിക്കും. ആ പരീക്ഷണ ഘട്ടത്തിൽ എന്താ പറയേണ്ടത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ക്ഷമിച്ചുകൊണ്ട് അങ്ങനെ ഒരു വാക്ക് പറയുന്ന ഒരു മനുഷ്യരുണ്ടോ, അയാൾ അള്ളാഹുവിന് ഇഷ്ടമാ, അയാളോട് അള്ളാഹുവിന് വലിയ സ്നേഹമാ. അതാണ് നമ്മുടെ മാതൃക. അതായിരിക്കണം. സന്താനങ്ങൾ മരണപ്പെടുമ്പോഴേക്കോ ദുരിതങ്ങൾ വരുമ്പോഴേക്കോ ഒന്നും പോകേണ്ടതില്ല. നോക്കൂ നിങ്ങൾ, ചരിത്രങ്ങളിൽ നമ്മൾ ഒരു കേട്ട സംഭവം തന്നെയുണ്ടല്ലോ, അബൂ തൽഹ ഉമ്മു സുലൈം. ആ ദമ്പതികളുടെ ജീവിത ചരിത്രത്തിൽ വലിയൊരു പാഠം തന്നെ നമുക്ക് കേൾക്കാൻ കഴിയും. അബൂ തൽഹ എന്ന വ്യാപാരി കച്ചവടാർത്ഥം അദ്ദേഹം കച്ചവടവുമായി കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അദ്ദേഹം പോകുന്ന സമയത്ത് മകന് ചെറിയ രോഗമുണ്ട്. മകന് രോഗം ബാധിച്ചു കിടക്കുന്ന സന്ദർഭമാണ്. എന്നാൽ അദ്ദേഹം യാത്ര പോയ സമയത്ത് അദ്ദേഹത്തിന്റെ മകൻ മരണപ്പെട്ടു. യാത്ര കഴിഞ്ഞ്, ദീർഘദൂര യാത്ര കഴിഞ്ഞ് പ്രിയപ്പെട്ട ഭർത്താവ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. വന്നപാടെ ഉമ്മു സുലൈം എന്തെങ്കിലും ഉറക്കെ വിളിച്ചു പറയുകയല്ല, പ്രിയപ്പെട്ട മകൻ മരണപ്പെട്ടിട്ട് ആ മരണപ്പെട്ടത് കയറി വരുന്ന ഭർത്താവിന്റെ ക്ഷീണവും തളർച്ചയും ഭർത്താവിൻ്റെതായ ടെൻഷനുകളും ഭാര്യയിൽ ഇറക്കി വെക്കേണ്ട സമയത്ത് അങ്ങോട്ട് പ്രയാസങ്ങൾ അവതരിപ്പിക്കുകയല്ല, മറിച്ച് സമാധാനപരമായി കൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് ആ ഭർത്താവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഇരുത്തുകയാണ്. കുളിക്കുവാനും ഭക്ഷണം കഴിക്കുവാനും അതുപോലെ തന്നെ അന്നേ രാത്രിയിൽ അവർ കിടന്നുറങ്ങുമ്പോൾ നല്ല രീതിയിൽ ലൈംഗിക ബന്ധത്തിൽ ശയ്യയിൽ കിടക്കുമ്പോഴും അവിടെയൊന്നും ടെൻഷനില്ല. എല്ലാം കഴിഞ്ഞു. പ്രഭാതത്തിൽ കുളിയും കഴിഞ്ഞ് നമസ്കാരം കഴിഞ്ഞ് അവരവതരിപ്പിക്കുകയാം, നമ്മുടെ പ്രിയപ്പെട്ട മോൻ ഇന്നലെ രാത്രിയിൽ നിങ്ങൾ പോയ സന്ദർഭത്തിൽ മകൻ മരണപ്പെട്ടിട്ടുണ്ട്. പെട്ടെന്ന് അബൂ തൽഹ ഞെട്ടിത്തിരിച്ചു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഓടിപ്പോവുകയാ. എന്നിട്ട് പരാതി പറയുകയാ, എന്റെ ഭാര്യ ഇത് മൂടി വെച്ചു.
ഇത്രയും വലിയ ക്രൂരത എന്ന രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ നിന്റെ ഭാര്യ ഉമ്മു സുലൈം ചെയ്തതാണ് ശരി എന്ന രീതിയിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സമാധാനിപ്പിക്കുന്നത്. ഒരു ഭർത്താവിനെ എങ്ങനെ സ്വീകരിക്കണം, എങ്ങനെ പെരുമാറണം, എങ്ങനെയൊക്കെ കാര്യങ്ങൾ അവതരിപ്പിക്കണം, എങ്ങനെയൊക്കെ ക്ഷമിക്കണം, എല്ലാ പരീക്ഷണങ്ങൾ വന്നപ്പോഴും സമാധാനപരമായി കൊണ്ട് കൈകാര്യം ചെയ്ത ഉമ്മു സുലൈം എന്ന മാതൃകാ വനിതയുടെ ചരിത്രം നമുക്കറിയാം. മാത്രവുമല്ല, അന്നേ രാത്രിയിൽ അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് അവർക്ക് ജനിച്ച സന്താനം അബ്ദുള്ള എന്ന് പറയുന്ന സന്താനം, മഹാന്മാരായ ഇമാം ബുഖാരിയെ പോലെയുള്ള പണ്ഡിതന്മാർ പറയുകയാണ്, ഫഖാല റജുലുൽ അൻസാർ ഫറഅയ്തു തിസ്അത ഔലാദീൻ കുല്ലുഹും ഖദ് ഖറഊൽ ഖുർആൻ യഅനി മിൻ ഔലാദി അബ്ദുള്ളൽ മൗലൂദ്. ഇബ്നു ഉയൈന പോലെയുള്ള ആളുകൾ ഇമാം ബുഖാരിയുടെ റിപ്പോർട്ടിൽ പറയുകയാണ്, അതായത് ഈ അബ്ദുള്ള എന്ന് പറയുന്ന ഒരു മകനാണ് അവർക്കുണ്ടായത്. ആ അബ്ദുള്ളക്ക് പിന്നീട് മക്കളുണ്ടായി. ആ ജനിച്ച അന്നേ രാത്രിയിൽ അവരുടെ ശയ്യയിൽ അവർക്ക് ജനിച്ച സന്താനമാണ് അബ്ദുള്ള എന്നത്. ആ അബ്ദുള്ളയിൽ പിന്നീട് അവർക്ക് സന്താനങ്ങളുണ്ടായി. അബ്ദുള്ളയിലുണ്ടായ സന്താനങ്ങളിൽ 9 പേരും വിശുദ്ധ ഖുർആൻ ഹൃദിസ്ഥമാക്കിയ, മനഃപ്പാഠമാക്കിയ മഹാന്മാരായ പണ്ഡിതന്മാരായി തീർന്നതാണ്. അപ്പോൾ അതിലൂടെ പോലും നമുക്ക് പഠിക്കാൻ കഴിയുന്നത് തൻ്റെ വേദനകൾ ഇറക്കി വെക്കുന്നിടത്തൊരു ഭാര്യ സ്വീകരിച്ച മഹനീയമായ സമീപനമാണ്. അതാണ് വിശ്വാസികളായ ആളുകൾക്ക് മാതൃകയായിട്ടുള്ളത്. പിന്നെയോ നോക്കൂ നിങ്ങൾ, വീണ്ടും ഇസ്ലാം പഠിപ്പിക്കുന്ന സംഗതി, മനുഷ്യർക്ക് അള്ളാഹുവിൻ്റെ സ്നേഹം, തൃപ്തി, ഇഷ്ടം ലഭ്യമായി തീരണമെങ്കിൽ വീണ്ടും ചില കാര്യങ്ങൾ മനുഷ്യർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണ്? ജീവിതത്തിൽ എപ്പോഴാണെങ്കിലും അള്ളാഹുവെ സൂക്ഷിക്കുക എന്നത്. ഭയഭക്തിയുള്ളവരായ ആളുകളെ അവരല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്, അവരല്ലാഹു നല്ല രീതിയിൽ സ്നേഹിക്കുന്നതാണ്. ഭയഭക്തിയുള്ളവരായ മനുഷ്യന്മാരെ അള്ളാഹു സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. എങ്ങനെ? അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, അള്ളാഹുവിൽ എല്ലാ കാര്യങ്ങളും അർപ്പിക്കുകയും അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നവരായ മനുഷ്യന്മാരെ അവരല്ലാഹു സ്നേഹിക്കുന്നു. അങ്ങനെയുള്ള ആളുകളിൽ പെടാൻ യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതി എന്ന ആയത്ത് എത്രയോ സമയങ്ങൾ നമ്മൾ കേൾക്കുന്നതാണ്. എപ്പോഴും അള്ളാഹിനെ സൂക്ഷിക്കണം, അള്ളാഹിനെ സൂക്ഷിക്കണം. എങ്ങനെയാണ് അള്ളാഹിനെ സൂക്ഷിക്കുക എന്നത് നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നത്? അള്ളാഹുവെ ഓർമ്മിക്കണം എന്നത് എങ്ങനെയാണ് കയറി വരുന്നത്? അത് ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ്. ആരറിഞ്ഞില്ലെങ്കിലും, ആര് തൻ്റെ ഏത് ന്യൂനതകൾ, അവരേത് തരത്തിൽ തൻ്റെതായ കുറവുകൾ, ആ കുറവുകൾ, ന്യൂനതകൾ അതൊക്കെ നമ്മൾ മറച്ചു വെക്കുമ്പോൾ പക്ഷെ അള്ളാഹ് അറിയുന്നുണ്ട്. നമ്മുടേതായ ഓരോ തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു അറിയുന്നു. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ അള്ളാഹ് അറിയുന്നു. ആ സമയത്ത് അള്ളാഹുവെ സൂക്ഷിക്കാൻ, ആരാരുമില്ലാത്ത നിമിഷങ്ങളിൽ അള്ളാഹുവെ ഓർക്കാൻ, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ. അതുപോലെ തന്നെ അളവും തൂക്കം നടത്തുകയാണ്, അവിടെ ഒരു കൃത്യത. അതുപോലെ നമസ്കരിക്കുകയാണെങ്കിൽ അവിടെ ഒരു കൃത്യത. എവിടെയാണെങ്കിലും സൂക്ഷ്മത എന്ന മനസ്ഥിതി അത് സ്വയമേ ഉണ്ടാവേണ്ട ഒരു സംഗതി തന്നെയാണ്. സ്വയം ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യം തന്നെയാണ്. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, ഫത്തഖുല്ലാഹ മസ്തതഅതും, കഴിവിന്റെ പരമാവധി അള്ളാഹനെ നിങ്ങൾ സൂക്ഷിക്കാം. മുഴുവനായിട്ടൊന്നല്ല, എത്രയാ കഴിയുക അത്ര അള്ളാഹനെ നിങ്ങൾ സൂക്ഷിക്കുക. കൂടാതെയോ യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദാ, അള്ളാഹുവെ സൂക്ഷിക്കുകയും നല്ല വാക്ക് നിങ്ങൾ സംസാരിക്കുകയും ചെയ്യാം. അതാണല്ലോ നമുക്ക് ചരിത്രം വിശദീകരിക്കാതെ തന്നെ അറിയാം. മദീനയിലെ ഒരു പാൽക്കാരിയായ പെൺകുട്ടിയുടെ ചരിത്രങ്ങൾ, ആ വെള്ളം ചേർക്കണമെന്ന് മാതാവിന്റെ നിർദ്ദേശമുണ്ടായിട്ട് ഖലീഫ ഉമർ റളിയല്ലാഹു തആല അൻഹു നടന്നു പോകുന്ന ഒരു സംഭവവും ആ ചരിത്ര പശ്ചാത്തലവും കേട്ടവരാണ് നമ്മൾ. ആ പെൺകുട്ടി പറയുന്നത് എന്തേ? ഉമ്മ, നമ്മളിപ്പോ ചെയ്യുന്ന ഈ പ്രവർത്തനം ആര് കണ്ടില്ലെങ്കിലും ആരറിഞ്ഞില്ലെങ്കിലും, ഖലീഫയായ ഉമർ അറിഞ്ഞില്ലെങ്കിലും ശരി, അള്ളാഹു അറിയുന്നു എന്നതാണ്. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു തന്റെ മകന് വേണ്ടി ആ പെൺകുട്ടിയെ തെരഞ്ഞെടുക്കുന്നത് പോലും അതുകൊണ്ടാണ്. ഒരു സഹാബി എന്നും സുബ്ഹി നമസ്കാരം കഴിഞ്ഞ വേഗം വീട്ടിലേക്ക് ഓടുകയാണ്. അപ്പൊ എന്താ ഇയാള് ദിക്റുകളും ദുആകളൊന്നും ചൊല്ലാൻ അത്ര ഇരിക്കാതെ നേരം നിസ്കാരം കഴിഞ്ഞ് ഉടനെ വീട്ടിലേക്ക് പോകുന്നു? കാരണം സഹാബികളുടെ പ്രകൃതങ്ങളിൽ അവർ നമസ്കാരം കഴിഞ്ഞാൽ പള്ളിയിൽ തന്നെ ചടഞ്ഞുകൂടിയിരിക്കുന്നവരായിരുന്നു. എന്നാൽ ഇയാൾ പെട്ടെന്ന് എഴുന്നേറ്റ് പോകുന്നതിൽ എന്തേ? അയാൾ പറയുന്നത്, എൻ്റെ മക്കൾ ചെറിയ കുട്ടികളാ, അവരെഴുന്നേൽക്കുന്നതിന് മുമ്പ് എൻ്റെ വീട്ടിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഈത്തപ്പന, ആ മറ്റുള്ള തോട്ടത്തിൽ നിന്ന് ഇതിലേക്ക് വളഞ്ഞു നിൽക്കുന്ന ഈത്തപ്പനയിൽ നിന്ന് വീഴുന്ന ഈത്തപ്പഴം എൻ്റെ മക്കൾ പെറുക്കി തിന്നുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട്, ആ കാരക്ക എൻ്റെ മക്കൾ തിന്നരുതേ എന്ന രീതിയിൽ. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇപ്പം നോക്കുന്ന നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും പ്രിയപ്പെട്ട 2 പേരക്കുട്ടികളാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ. ഖുതുബ നിർവഹിക്കുമ്പോൾ പോലും, ഖുതുബയിലാണെങ്കിൽ പോലും ആ പേരക്കുട്ടികൾ കയറി വരുമ്പോൾ പ്രിയപ്പെട്ട പിതാമഹൻ ഖുതുബ നിർത്തിയിട്ട് മക്കളെ എടുത്ത് കൊണ്ടുവന്ന് ചുമലുകളിൽ വെച്ചുകൊണ്ട് ഖുതുബ നിർവഹിച്ചിട്ടുണ്ട്.
നമസ്കരിക്കുകയാണെങ്കിൽ ഒരിക്കൽ നമസ്കാരത്തിൽ നിന്ന് ഉയരുന്നില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്ത് ചോദിക്കുക, എന്തേ സുജൂദിൽ ഇത്ര നേരം കഴിച്ചു കൂട്ടിയത്? റസൂൽ പറയുകയാ, എന്റെ പേരക്കുട്ടികൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമ, എന്റെ 2 ചുമലുകളിൽ അവരുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പേരക്കുട്ടികൾ വീണു പോകുമോ എന്ന് ഭയപ്പെടുന്ന റസൂൽ ആ കുട്ടികളെയും വെച്ചുകൊണ്ട് ആന പോലും കളിക്കുന്നു. എന്തൊക്കെ കളി കളിക്കാമോ എല്ലാ കളിയും കളിക്കുന്നു. അത്രയ്ക്ക് ഇഷ്ടമാ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമ. എന്നാൽ ആ പേരക്കുട്ടികളുമായി നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഒരു ഈത്തപ്പഴം കിടക്കുന്നത് വായിലേക്ക് എടുത്ത് കഴിച്ചു ഹസൻ. ഉടനെ റസൂലുള്ള വായിലേക്ക് വിരലിട്ടുകൊണ്ട് തുപ്പുകളഞ്ഞ് എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ അത് വായിൽ വിരലിട്ടുകൊണ്ട് തുപ്പിക്കുകയാണ്. പേരക്കുട്ടി കഴിച്ചോട്ടെ എന്നല്ല, ആ കുട്ടിയെ കൊണ്ട് അത് പുറത്തേക്ക് ഇടിപ്പിക്കുന്നു. കാരണം അത് പൊതുഖജനാവിന്റെ സമ്പത്താ, നമുക്കത് അനുവദനീയമല്ല, നിഷിദ്ധമാ എന്ന് പഠിപ്പിക്കുന്നു. ചെറിയ മക്കൾ ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കും, മോനെ വലത് കൈ കൊണ്ട് കുടിക്കണം. നമ്മളില്ലാത്തുമ്പോഴാണെങ്കിലും അത് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ, വലത് കൈ കൊണ്ട് ആരംഭിക്കുവാൻ, അടുത്ത ഭാഗത്ത് നിന്ന് ആരംഭിക്കുവാൻ, ബിസ്മി കൊണ്ട് ആരംഭിക്കുവാൻ, അതൊക്കെ മക്കളെ ശീലിപ്പിക്കാൻ. അത് ഏത് മേഖലയിലാണെങ്കിലും, ഒരു ഉമ്മയും ഉപ്പയും കുടുംബ പശ്ചാത്തലത്തിലാണെങ്കിലും ഒക്കെ എപ്പോഴും അള്ളാഹനെ സൂക്ഷിക്കണം, അള്ളാഹുവെ ഓർക്കണമെന്ന് പഠിപ്പിക്കണം. അതിനെന്ത് വേണം? നമ്മൾ പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി കൊണ്ട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന തന്നെ നമുക്കറിയാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ. അള്ളാഹുവേ, നിന്നോട് ഞാൻ ഹുദയെ ചോദിക്കുകയാണ്. ഹുദ എന്നത് നേർമാർഗമാണ്, അത് ചോദിക്കുകയാണ്. വത്തുഖാ, സൂക്ഷ്മതയെ, ഭയഭക്തിയെ, അതിനെ ചോദിക്കുകയാണ്. വൽ അഫാഫ, സദാചാരം, ചാരിത്രശുദ്ധിയെ, വൽ ഗിനാ, ഐശ്വര്യത്തെയും ചോദിക്കുകയാണ്. അത് 4മാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായി കൊണ്ട് പ്രാർത്ഥിച്ചിരുന്നത്. അതുകൊണ്ട് വിശ്വാസികളായ ആളുകൾക്ക് 2 വിഷയത്തിൽ, അത് സൂക്ഷ്മത, അതുപോലെ തന്നെ വതആവരു അലൽ ബിർരി വത്തഖ്വ, പരസ്പരമായ സഹകരണം, ഈ 2 വിഷയത്തിൽ അവർക്ക് മുന്നേറാൻ കഴിയണമെന്നതാണ്. പരസ്പരം ആളുകളെ സഹകരിക്കാനും സഹായിക്കാനുമുള്ള ഒരു മനസ്ഥിതിയും അതിലൂടെ മുന്നേറാനും കഴിയണം. കാരണം അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളിലേക്കാണ് നോക്കുന്നത്. നമ്മുടെ രൂപവും ഭാവവും, എത്ര നല്ല വസ്ത്രം ധരിച്ചാലും, എത്ര നല്ലത് കാര്യങ്ങളാണെങ്കിലും, നല്ല വസ്ത്രം ധരിക്കുന്ന അള്ളാഹുവിന് ഇഷ്ടമാണ്. അത് അള്ളാഹുവിന്റെ സ്നേഹം ലഭ്യമാകുന്ന കാര്യം തന്നെയാണ്. ചെരുപ്പ് ധരിക്കുന്ന അള്ളാഹുവിന് ഇഷ്ടമാണ്. നല്ല ഭക്ഷണവും വസ്ത്രവും ഒക്കെ അള്ളാഹുവിന് ഇഷ്ടമാണ്. എന്നാലോ അതിലേക്കൊന്നുമല്ല അള്ളാഹ് കൂടുതൽ നോക്കുന്നത്. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമികും വലാ ഇലാ സുവരികും വലാകിൻ യൻദുറു ഇലാ ഖുലൂബികും. നിങ്ങളുടെ രൂപത്തിലേക്കോ ഭാവത്തിലേക്കോ ശരീരപ്രകൃതിയിലേക്കോ ഒന്നുമല്ല അള്ളാഹ് നോക്കുന്നത്, ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. ആ ഹൃദയത്തിൽ സൂക്ഷ്മതയുണ്ടോ, ഭയഭക്തിയുണ്ടോ, അവിടെ മനുഷ്യന് വിജയിക്കുവാൻ കഴിയുന്നു എന്നതാണ്. പിന്നെയോ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, നമ്മുടെ ജീവിതത്തിൽ നീതി പാലിച്ചുകൊണ്ട് മുന്നേറാൻ കഴിയുക എന്നത്. എല്ലാ മേഖലകളിലും നീതിപാലകന്മാരായ മനുഷ്യന്മാരെ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നു എന്നതാണ്. ഒരാൾക്ക് ഇപ്പോൾ ഒരുപാട് സന്താനങ്ങളുണ്ട്, എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കൊണ്ടുവരുമ്പോൾ ഒരു പ്രത്യേകമായി സ്നേഹം ഒരു മകനോട് മാത്രം, അങ്ങനെയാവാൻ പാടില്ല. എല്ലാ മക്കളോടും ഒരുപോലെ പെരുമാറാൻ കഴിയണം. അതുപോലെ തന്നെ അളവും തൂക്കം കച്ചവടം നടത്തുന്ന മനുഷ്യനാണെങ്കിൽ അതിൽ ഏറ്റവും നല്ല രീതിയിൽ അളവും തൂക്കവും കൃത്യമായി നടത്താൻ. ചില ആളുകൾ കച്ചവടം ചെയ്യുമ്പോൾ മോശമായ സാധനങ്ങൾ മുകളിൽ വെച്ച്, അല്ല നല്ലത് മുകളിൽ വെച്ച് മോശമായത് അടിയിൽ വെച്ച്, അടിയിൽ നിന്ന് മേലേക്ക് എടുത്തുകൊണ്ട് കൃത്രിമത്വം ചെയ്യുന്നു. അതും സൂക്ഷിക്കേണ്ട സംഗതിയാണ്. പിന്നെയോ നീതി പാലിക്കേണ്ടതായ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒരു ഭാര്യ, ആ ഭാര്യയ്ക്ക് വീട്ടിൽ അവർ ഭരണീയാണ്, അവിടെ ഭരണാധികാരിയാണ്. ഭർത്താവിൻ്റെതായ പരിധികളുണ്ട്. എല്ലാവരും ഭരണാധികാരികളാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ഇന്നൽ മുഖ്സിതീന ഇൻദല്ലാഹി അലാ മനാബിറ മിൻ നൂർ അല്ലദീന യഅദിലൂന ഫീ ഹുക്മിഹിം വഹിലിഹിം വമാ വല്ലൂ. നീതിപാലകർ അല്ലാഹുവിന്റെ അരികിൽ ഏറ്റവും നല്ല പ്രകാശത്തിന്റെ സ്റ്റേജുകളിലായിരിക്കും അവർ നിലകൊള്ളുക. അവർ തങ്ങൾ വിധിക്കുന്നതിലും കുടുംബത്തിലും ഏൽപ്പിക്കപ്പെട്ടതിലുമെല്ലാം നീതി പുലർത്തുന്നവരായിരിക്കും. ആര്? ആ സ്റ്റേജുകളിൽ നിലകൊള്ളുന്നവരായ മനുഷ്യന്മാരും. അതുകൊണ്ടാണ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, നീതിപാലകന്മാരെ അള്ളാഹുവിന് ഇഷ്ടമാണ്, അവരുടെ സ്നേഹമാണ് ആർക്ക്? അള്ളാഹുവിന്. അപ്പൊ അള്ളാഹുവിന്റെ സ്നേഹം ലഭ്യമാകുന്നതിൽ 4ാമത്തെ കാര്യം എന്നത് നീതി പാലിക്കാൻ കഴിയുക. ആ നീതിപാലകന്മാരായ ആളുകളെ അള്ളാഹുവിന് ഇഷ്ടമാണ്, അള്ളാഹു അവരെ സ്നേഹിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് എല്ലാ മേഖലകളിലും നീതി പാലിക്കാനും നീതി അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനും വിശ്വാസികൾ കഴിയുക. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ഒരാൾ സ്നേഹിക്കുക എന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ഒരു മനുഷ്യൻ സ്നേഹിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സ്നേഹം ആ മനുഷ്യന് ലഭ്യമായി തീരുന്നതാണ്. പ്രവാചകന്റെ സുന്നത്തിനോട്, പ്രവാചകന്റെ ജീവിതത്തോട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച ജീവിത ശൈലികളോട് താല്പര്യമുണ്ടായിക്കൊണ്ട് സ്നേഹിക്കാൻ, ജീവിക്കാൻ കഴിയുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഫമൻ ദഅഇബ അൻ സുന്നതി
ഫലൈസ മിന്നി. എന്റെ സുന്നത്തിനോട് ആരെങ്കിലും വിമുഖത കാണിച്ചു, താല്പര്യമില്ലായ്മ കാണിച്ചോ, അവൻ എന്നിൽപ്പെട്ടവനല്ല. മറിച്ച് ആരെങ്കിലും അള്ളാഹുവെ സ്നേഹിക്കുന്നുവെങ്കിൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബകും വല്ലാഹു ഗഫൂറുർ റഹീം. നിങ്ങൾ അള്ളാഹുവെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ സുന്നത്തിനെ നിങ്ങൾ പിൻപറ്റുക, എന്നാൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. അള്ളാഹുവിന്റെ ഇഷ്ടം നിങ്ങളിലേക്ക് ലഭ്യമായി തീരും. അതുകൊണ്ട് സുന്നത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളാണ് ഹദീസുകൾ. ആ ഹദീസുകൾ പഠിക്കുവാൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിക്കുവാൻ അത് കഴിയുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ സ്നേഹം ലഭ്യമായി തീരും. നമുക്കൊരു വ്യക്തിയെ മാത്രമാണ് അന്ധമായിട്ട് അനുകരിക്കാനുള്ളത്, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മഹാനായ മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് വിശദീകരിക്കുകയാണ്, അസ്സുന്നത്തു മാ സന്നഹു റസൂലുള്ളാഹ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തൊരു കാര്യമാണോ സുന്നത്തായിക്കൊണ്ട് ചര്യയായിക്കൊണ്ട് പഠിപ്പിച്ചു തന്നത്, അതാണ് സുന്നത്ത്. പലരും പല രീതിയിൽ നമസ്കരിക്കുന്നുണ്ടായിരിക്കാം, പല രീതിയിൽ ദിക്റുകൾ ചൊല്ലുന്നുണ്ടായിരിക്കാം, പല പ്രാർത്ഥനകളും ഉരുവിട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പലതരത്തിലുള്ള കാര്യങ്ങളുമായി മുന്നേറുന്നുണ്ടായിരിക്കാം. എന്നാൽ അതൊന്നുമല്ല നമ്മുടെ മാതൃക. മറിച്ച് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ ജീവിച്ചോ അതിലേക്ക് മടങ്ങാൻ, അവിടെയാണ് പ്രമാണമുള്ളത്. മാത്രമല്ല മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഫത്ഹുൽ ബാരിയുടെ വിശദീകരിക്കുകയാണ്, മാ ജാഅനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അഖ്വാലിഹി വഅഫ്ആലിഹി വതഖരീരിഹി വമാ ഹമ്മ ബിഫഇലിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തൊരു കാര്യം ചര്യയാക്കി തന്നുവോ, അവിടുത്തെ വാക്കാവട്ടെ, പ്രവർത്തനമാകട്ടെ, അംഗീകാരമാകട്ടെ, അവിടുന്ന് ചെയ്യാനായി ഉദ്ദേശിച്ച കാര്യങ്ങൾ ഏതുവോ അവയാണ് സുന്നത്ത്. അതുണ്ടോ നമുക്ക് പ്രതിഫലമാണ്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ള സ്നേഹം കൊണ്ട് ഒരാൾ ഭക്ഷണം കഴിക്കുന്നു വലത് കൈ കൊണ്ട്, മുടി ചീകുമ്പോൾ വലത് ഭാഗം കൊണ്ട് ആരംഭിക്കുന്നു, ചെരുപ്പ് ധരിക്കുമ്പോൾ വലത് കാല് കൊണ്ട് ആരംഭിക്കുന്നു, പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ വലത് കാല് വെച്ചുകൊണ്ട് ആരംഭിക്കുന്നു, വസ്ത്രം ധരിക്കുമ്പോൾ എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വലത് ഭാഗം കൊണ്ടാണ് വസ്ത്രം ധരിച്ചത് എന്ന രീതിയിൽ ആരംഭിക്കുന്നു. അപ്പോ അതുപോലെ നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ ഇടതുദിനം മുന്തിക്കേണ്ടതുണ്ടോ, വിസർജന സ്ഥലങ്ങളിലേക്ക് ഇടതുകാലിനെ, പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഇടതുകാല്, അങ്ങനെ ഓരോ വിഷയങ്ങളിൽ വലത്തേതിനെ മുന്തിക്കേണ്ടിടങ്ങളിൽ വലത്തേതിനെയും ഇടത്തേതിനെ പ്രാമുഖ്യം നൽകേണ്ടിടത്ത് ഇടത്തേതിനെയും, എന്തിന്റെ പേരിൽ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ. അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ആ വ്യക്തിക്ക് അത് മുഖേന സ്വർഗ്ഗം ലഭ്യമായി തീരും. അതുകൊണ്ടാണ് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചതുപോലെ നമസ്കരിക്കുന്നത്, അങ്ങനെ നമസ്കരിക്കണമെന്ന് പഠിപ്പിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ ഒരുവിട്ട പ്രാർത്ഥനകൾ പഠിക്കണമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാർത്ഥിച്ചാൽ പോരെ, എന്തെങ്കിലും രീതിയിൽ നമസ്കരിച്ചാൽ പോരെ, അല്ല. സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടുവോ അതുപോലെ നിങ്ങൾ നമസ്കരിക്കുക. ഖുദൂ അന്നി മനാസികക്കും, ഞാൻ എങ്ങനെ ഹജ്ജിന്റെ കർമ്മങ്ങൾ നിർവഹിക്കുന്നതായി നിങ്ങൾ കണ്ടുവോ അതുപോലെ നിങ്ങൾ ഹജ്ജ് നിർവഹിക്കുക. റസൂൽ ഹജ്ജ് ചെയ്തതുപോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചതുപോലെ അങ്ങനെ ആയിരിക്കണം. നോക്കൂ നിങ്ങൾ, ആയിഷ റളിയല്ലാഹു തആല അൻഹ പോലും മുത്തബിഉസ് സുന്ന മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമറിനെ കൊണ്ട് നോക്കിയിട്ട് പറയുകയാണ്, റസൂലുള്ളാഹിയുടെ ജീവിതം കാണണമെങ്കിൽ ഇബ്നു ഉമറിലേക്ക് നോക്കിക്കൊള്ളുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നതുപോലെ നടക്കുകയും ഇരുന്നതുപോലെ ഇരിക്കുകയും സംസാരിച്ചതുപോലെ സംസാരിക്കുകയും പെരുമാറിയതുപോലെ പെരുമാറുകയും ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്ധമായി അനുകരിച്ചൊരു സഹാബിയാണ് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ എത്ര ഭാഗ്യം ചെയ്ത സഹാബി വരനാണ്. ആ സഹാബി എന്തൊരു കാര്യം ഏത് രീതിയിൽ റസൂലുള്ളാഹിയിൽ നിന്ന് പഠിച്ചുവോ അതുപോലെ ജീവിതത്തിൽ കൊണ്ടുവന്നു. അതുപോലെ നമുക്കും ഇന്ന് പഠിക്കാനുള്ള സൗകര്യമുണ്ട്. ഓരോ തരത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച കാര്യങ്ങൾ, അതല്ലാതെ ബിദ്അത്തുകളായ കാര്യങ്ങൾ നമ്മുടെ നാട്ടിന്റെ അല്ലെങ്കിൽ നാടിൻ്റെതായ സാഹചര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ നമ്മുടേതായ പ്രദേശങ്ങളിലേക്ക് മടങ്ങി ചെന്നുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ റസൂൽ നമസ്കരിച്ചതുപോലെ നെഞ്ഞിൽ കൈകെട്ടിക്കൊണ്ടല്ല മനുഷ്യന്മാർ നമസ്കരിക്കുന്നത്. അവർ നമസ്കരിക്കുന്നത് പലതരത്തിലാണ്. അവർക്ക് എങ്ങനെയാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വയറിന്മേലാണ് കൈകെട്ടിക്കൊണ്ട് നമസ്കരിക്കുന്ന രീതിയിൽ വയറിന്മേൽ കൈകെട്ടിക്കൊണ്ട് നമസ്കരിക്കുന്നു. അങ്ങനെ തന്നെ നമസ്കരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. എന്നാൽ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം കണ്ട സഹാബിമാര് പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യളഉ യദുൽ യംനാ അലാ യദിൽ യുസ്റാ ثم يشد بهما على صدره وهو في الصلاه. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വലത് കൈ തന്റെ ഇടത് കൈന്റെ മുകളിലായി കൊണ്ട് നെഞ്ഞിന്മേൽ വെച്ചു എന്ന് കൃത്യമായി ഹദീസ് ഉണ്ടാകുമ്പോൾ പിന്നെന്തിനാ നമ്മളിത് സന്ദേഹിക്കുന്നത്? ഒരാവശ്യവുമില്ല.
അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നാടിൻ്റെതായ പ്രദേശങ്ങളിൽ സുബഹി നമസ്കാരത്തിൽ മാത്രമായിട്ട് കുനൂത്ത് സാഹചര്യങ്ങളുണ്ട്. അവിടെ ഒരു മുസ്ലിമിന്റെ നിലപാടെന്താ? മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകിൽ നമസ്കരിച്ച സഹാബിമാരിലേക്ക് മടങ്ങേണ്ടതാണ്. നോക്കൂ നിങ്ങൾ, അബൂ മാലിക് അശ്അരി റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ അരികിൽ ചെന്നുകൊണ്ട് പിതാവിനോട് ചോദിക്കുകയാണ്, അല്ലയോ പിതാ, യാ അബത്, അല്ലയോ എന്റെ ഉപ്പ, ഇന്നക ഖദ് സല്ലൈത ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ മഹാനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകിൽ നമസ്കരിച്ച വ്യക്തിയാണല്ലോ. അതുപോലെ തന്നെ വബീബക്കർ, അബൂബക്കറിന്റെയും ഉമറിന്റെയും ഉസ്മാനിന്റെയും അലി ഹാഹുനാ ബിൽ കൂഫ നഹ്വ മിൻ 50 സിന, അതുപോലെ തന്നെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പിറകിൽ കൂഫയിൽ 5 വർഷത്തോളം പിറകിൽ നിന്ന് നമസ്കരിച്ച വ്യക്തിയാണല്ലോ നിങ്ങൾ. ഫകാനു യഫ്നതൂന ഫിൽ ഫജ്ർ, അവരാരെങ്കിലും സുബ്ഹി നമസ്കാരത്തിൽ കുനൂത്ത് ഓതിയിട്ടുണ്ടോ ഉപ്പ എന്ന് ചോദിക്കുമ്പോ ഉപ്പ മകനോട് പറയുകയാം, ഐ ബുനയ്യ മുഹ്ദഥുൻ, മോനെ അത് പുതിയതാ, ബിദ്അത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിയുമ്പോഴേക്ക് ബിദ്അത്തുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ടാണല്ലോ 500-ലധികം ഖുതുബകൾ നിർവഹിച്ച 10,000-കണക്കിന് ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകിയ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ഖുതുബ തുടങ്ങുമ്പോൾ ആ ഖുതുബയിൽ പറയുകയാ, എന്തിന്? ബിദ്അത്തുകളെ നിങ്ങൾ സൂക്ഷിക്കണം. കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും വഴിപിഴച്ചതാണ്, ആ ബിദ്അത്തുകളെ നിങ്ങൾ സൂക്ഷിച്ചോ എന്നത്. മൻ ഹദഥ ഫീ അംറിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്, ഇസ്ലാമിൽ പുതുതായി കൊണ്ട് ആര് കടത്തിക്കൂട്ടിയാലും, നല്ല ദിക്റല്ലേ, ദുആ അല്ലേ, പ്രാർത്ഥനയല്ലേ, സ്വലാത്തല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൊണ്ടുവന്നാൽ തള്ളിക്കളയണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയതായി തെളിവുണ്ടോ? ഇല്ലെങ്കിൽ മൻ അമില അമല ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്, ഏതൊരു പ്രവർത്തനമാണെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയില്ലാത്ത വിഷയമാണെങ്കിൽ മാറ്റി നിർത്താൻ വിശ്വാസികളായ ആളുകൾ കഴിയണം. കാരണം ബിദ്അത്തുകളായ കാര്യങ്ങൾ വകുല്ലു ദലാലത്തിൻ ഫിന്നാർ, നരകത്തിലേക്കാണ് പോകുന്നത്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ ആ പാലിനേക്കാൾ വെള്ള നിറമുള്ള, തേനിനേക്കാൾ മധുരമുള്ള എന്ന് നമ്മൾ കേൾക്കുന്ന ഹൗദുൽ കൗസർ, ഒരു വിശ്വാസിക്ക് ലഭ്യമാകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം, ആ പാൽ അല്ലെങ്കിൽ ആ ഹൗദിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ കയ്യിലേക്ക് അല്ലെങ്കിൽ നമ്മിലേക്ക് നൽകുന്ന ആ ഹൗദുൽ കൗസറിലെ വെള്ളം, അത് ലഭ്യമാകുന്ന നിമിഷം ഒരു വിശ്വാസിക്ക് ഭാഗ്യം ലഭിച്ചതാണ്. എന്നാൽ എല്ലാ നിജരന്മാരും നിൽക്കുമ്പോൾ ഫഖൂലു സുഹ്കൻ സുഹ്കാ, പോ എന്ന് പറഞ്ഞുകൊണ്ട് ലിമൻ ഗയ്യറ ബഅദി, നിങ്ങൾ എന്റെ കാലശേഷം ദീനിൽ പുതുതായി ഉണ്ടാക്കിയതാ പറയുമ്പോൾ അവരിങ്ങനെ നോക്കുമ്പോൾ റസൂലുള്ളാഹിയുടെ അനുയായികളാ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞപ്പോഴേക്ക് ദീനിൽ പുതിയ കാര്യങ്ങൾ കടത്തിക്കൂട്ടിയ ആളുകൾ, നബി നമസ്കരിച്ചത്, അവർ നമസ്കരിച്ചിട്ടുണ്ട്, നോമ്പ് തൊഴുത്, സക്കാത്ത് എല്ലാം ചെയ്തു, പക്ഷേ അവരുടെ ജീവിതത്തിൽ ബിദ്അത്തുകൾ കൊണ്ടുവന്നു. അതുകൊണ്ടാണ് ബിദ്അത്തുകളായ ആളുകൾ അല്ലെങ്കിൽ ബിദ്അത്തിൻ്റെതായ വക്താക്കളെ റസൂൽ ആട്ടിവിടും. എവിടുന്ന്? നാളെ ഹൗദുൽ കൗസറിന്റെ അരികിൽ നിന്ന്. അതുകൊണ്ട് നമുക്ക് അള്ളാഹുവിന്റെ സ്നേഹം ലഭ്യമാകണമെങ്കിൽ, അള്ളാഹുവിന്റെ തൃപ്തി ലഭ്യമാകണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നുവെങ്കിൽ ഒരു ബിദ്അത്തും, ചെയ്യുന്ന പ്രവർത്തനം ചിലപ്പോൾ വളരെ കുറവായിരിക്കും, വളരെ കുറച്ചായിരിക്കും, പക്ഷെ ബിദ്അത്തില്ലാതിരിക്കണം. റസൂലുള്ളാഹിയുടെ മാതൃകയുള്ള, റസൂലുള്ളാഹിയുടെ ജീവിതമുള്ള, റസൂലുള്ളാഹിയുടെ ചര്യയുള്ള, റസൂലുള്ളാഹി പഠിപ്പിച്ച രൂപത്തിലും ഭാവത്തിലും ആ പ്രകൃതത്തിലും നിർവഹിക്കാനായിരിക്കണം കഴിയേണ്ടത്. അതല്ലാതെ നമുക്ക് പല ആളുകൾക്കും നമ്മുടെയൊക്കെ സാഹചര്യങ്ങളിലേക്ക് കയറി ചെല്ലുമ്പോൾ, ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ ആളുകൾ മരിക്കുമ്പോൾ അപ്പോഴും നമ്മൾ അതുവരെ നല്ല മുജാഹിദായിരിക്കും, മുവഹിദായിരിക്കും, എല്ലാമായിരിക്കും, പക്ഷെ അപ്പം അവിടെ ഒരു ബിദ്അത്ത് നാട്ടിലെ പ്രകൃതം അനുസരിച്ചുകൊണ്ട് നാട്ടുകാർ ചെയ്യുമ്പോൾ എങ്ങനെയാ ചെയ്യാതിരിക്കുക? എല്ലാവരും മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്ർ ചൊല്ലുന്നു, പക്ഷെ ഞാൻ എങ്ങനെ ചെല്ലാതിരിക്കുക എന്ന് പറയും. അവിടെയാണ് റസൂലുള്ളാഹിയുടെ ചര്യയിൽ അതുണ്ടോ, മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്ർ ചൊല്ലുന്ന പ്രകൃതമുണ്ടോ എന്ന് പഠിച്ചുകൊണ്ട് റസൂലുള്ളാഹിയുടെ സുന്നത്തിനെ നമ്മൾ സ്നേഹിക്കുന്നത്. നോക്കൂ നിങ്ങൾ, മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്ർ ചൊല്ലാൻ പാടില്ല എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടില്ലേ? ഇമാം നവവിയെ പോലെയുള്ള പണ്ഡിതന്മാർ അദ്ദേഹത്തിന്റെ അൽ-അദ്കാർ എന്ന കിതാബിലൂടെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. വഅലം അന്ന സവാബൽ മുഖ്താറ മാ കാന അലൈഹി സലഫ് റളിയല്ലാഹു അൻഹു അസ്സുകൂത് ഫീ ഹാലി സൈരി മഅൽ ജനാസ ഫലാ യർഫഉ സൗതൻ ബിൽ ഖിറാഅത്തിൻ വലാ ദിക്രിൻ വലാ ഗൈറ ദാലിക്. നീ അറിയണം എന്ത്? മതപരമായി ശരിയായതും മുസ്ലിങ്ങളായ ആളുകൾ തിരഞ്ഞെടുക്കേണ്ടതുമായ മാതൃക സച്ചരിതരായ മുൻഗാമികളുടേതാണ്. ജനാസയുടെ കൂടെ നടക്കുമ്പോൾ മൗനം പാലിക്കുക എന്നതാണ്. ആ അവസ്ഥയിൽ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടോ ദിക്റുകൾ ചൊല്ലിക്കൊണ്ടോ ഒന്നും ശബ്ദമുയർത്താൻ പാടില്ല. ആളുകൾ നല്ലതല്ലേ എന്ന് പറഞ്ഞ് അവിടെ ഖുർആൻ ഓതുന്നു, മയ്യത്ത് കൊണ്ടുപോകും, ദിക്ർ ചൊല്ലുന്നു. അങ്ങനെയുള്ള ദുരാചാരങ്ങളിലേക്ക് ഈ ആദർശം അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ മടങ്ങിപ്പോകുന്ന ദുരവസ്ഥ
ഉണ്ടാവാൻ പാടില്ല. അത്തരത്തിലുള്ള തിന്മകളിലേക്ക് പോകാൻ പാടില്ല. ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും പള്ളി കയറുമ്പോൾ, അവിടെ നമ്മുടെ നാട്ടിലേക്ക് പ്രദേശങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ ആളുകൾ നമസ്കാരം കഴിഞ്ഞാൽ കൂട്ടുപ്രാർത്ഥന നിർവഹിക്കുന്നുണ്ടായിരിക്കാം. നമ്മൾ അതിൽ കയറിയിട്ട് ആമീൻ ആമീൻ എന്ന് പറയേണ്ട ആവശ്യമില്ല. എന്തേ, ആളുകളെല്ലാം ചെയ്യുന്നു, പക്ഷെ എന്തുകൊണ്ട് നമ്മളതിൽ പങ്കാളിയായിക്കൂടാ എന്ന ചിന്തയല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക ആയിഷ റളിയല്ലാഹു തആല അൻഹ പഠിപ്പിക്കുക, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സല്ലമ ലം യഖൂദു ഇല്ലാ മിഖ്ദാർ മാ യഖൂലു അല്ലാഹു അൻതസ്സലാം വമിൻകസ്സലാം തബാരക്ത യാ ദൽ ജലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം കഴിഞ്ഞാൽ ഈ പ്രാർത്ഥന അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാരക്ത യാ ദൽ ജലാലി വൽ ഇക്റാം, ഇത് പറയുന്നത് വരെ റസൂൽ അവിടെ ഇരിക്കുകയുള്ളൂ. പിന്നെ റസൂലുള്ള സ്ത്രീകൾ പിറകിലില്ലെങ്കിൽ മാറിയിട്ട് അപ്പുറത്ത് പോയിട്ടാണ് ദിക്ർ ചെല്ലുന്നത്. അവിടെ അങ്ങനെ ഇരുന്നു കൊണ്ട് കൂട്ടപ്രാർത്ഥന നിർവഹിക്കുന്ന പ്രകൃതമൊന്നും മഹാനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ സ്നേഹിക്കുന്നുവെങ്കിൽ റസൂലുള്ളാഹിയുടെ ജീവിതം പഠിക്കുക, വിശുദ്ധ ഖുർആൻ പഠിക്കുക, പ്രവാചകന്റെ ജീവിതം ശേഖരിക്കുക, അന്വേഷിക്കുക, അതിലൂടെ മടങ്ങിപ്പോവുക. കാരണം എവിടെയാണെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയുണ്ടോ അതിന് പ്രതിഫലമുണ്ട്. റസൂലുള്ളാഹിയുടെ മാതൃക ഇല്ലേ, അതേ മുഖേന നരകത്തിലേക്ക് പോകും. അതാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത്, അൽ ഖസ്ദു ഫി സുന്നത്തി ഖൈറു മിനൽ ഇജ്തിഹാദി ബിൽ ബിദ്അ. ബിദ്അത്തിൽ കഠിനാധ്വാനം ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ നാട്ടുകാർ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ ഇങ്ങനെ ആ നാട്ടുകാരുടെ പിന്നാലെ പോവല്ല, മറിച്ച് താൻ അതിൽ നിന്ന് മാറിയിട്ട് താൻ സുന്നത്തുമായി കൊണ്ട് ജീവിച്ചു നോക്കിയേ. എന്നാൽ അതാണ് ബിദ്അത്തിൽ കഠിനാധ്വാനം ചെയ്യുന്നതിനേക്കാൾ സുന്നത്തിൽ മിതത്വം പാലിക്കലാണ് നല്ലത് എന്ന് പഠിപ്പിക്കുകയാണ്. പിന്നെയോ മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മത്തി ഫലഹു അജ്റു മിഅത്തിൻ ഷഹീദ്. 100 ഷഹീദിന്റെ പ്രതിഫലമാണ്. എന്റെ സുന്നത്തിനെ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിച്ചാൽ പ്രതിസന്ധി വരുന്ന സമയത്ത് ആ നാട്ടുകാർ മുഴുവനും ചെയ്യുന്നു എന്ന രീതിയിൽ മാറുകയല്ല, മറിച്ച് അവിടെ സുന്നത്തനുസരിച്ച് കൊണ്ട് നിലപാടെടുത്തു കഴിഞ്ഞാൽ 100 ഷഹീദിന്റെ പ്രതിഫലമാണ് ലഭ്യമാകുന്നത്. കൂടാതെയോ മൻ ഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഅയ ഫിൽ ജന്ന. ആരെങ്കിലും എൻ്റെ സുന്നത്തിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവൻ എൻ്റെ കൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നുവെന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളായ ആളുകൾക്ക് അവർക്ക് അവരുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും അന്ധമായി പിൻപറ്റാനും സ്വീകരിക്കാനും പ്രവാചകന്റേതായ സുന്നത്തിനെ എല്ലാം സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധ്യതയുള്ളതായ മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായി നമ്മെ പഠിപ്പിച്ചുവെങ്കിൽ അത് തിരിച്ചറിയാനുള്ള ബുദ്ധിയും വകതിരിവും വിവേകവും നമുക്കുണ്ടാവേണ്ടതുണ്ട്. പിന്നെയോ അള്ളാഹുവിന്റെ തൃപ്തി ലഭ്യമാകുന്ന മറ്റൊരു സംഗതി എന്നത്, സ്നേഹം ലഭ്യമാകുന്ന മറ്റൊരു സംഗതി എന്നത് ദാനധർമ്മം ചെയ്യുക എന്നത്. നമ്മെ കൊണ്ട് കഴിയുന്നത് ആരെങ്കിലും ചോദിച്ചു വരുമ്പോൾ നൽകാൻ കഴിയുന്നവർ നൽകുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകൃതം എന്ന് പറഞ്ഞാൽ എന്ത് ചോദിച്ചുവോ ഇല്ല എന്നൊരു വാക്ക് റസൂൽ പറയില്ല, ഉണ്ടോ നൽകും. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകൃതമായിരുന്നു. അതുപോലെ തന്നെ അത് റസൂലിൽ നിന്ന് മനസ്സിലാക്കിയ സ്വഹാബിവര്യമാരുടെ ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഒരു വർഷത്തേക്കുള്ള പെൻഷനായിക്കൊണ്ട് 80,000 ദിർഹംസ് അവരുടെ ഒരു വർഷത്തെ പെൻഷനായിക്കൊണ്ട് അവരുടെ വീട്ടിലേക്ക് വന്നു. അന്നേ ദിവസം നോമ്പുണ്ട്. നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുമ്പോൾ ആ വേലക്കാരി അവരോട് വന്ന് പരാതി പറയുകയാ, ഉമ്മ 80,000 ദിർഹംസ് ഇന്നേ ദിവസം വീട്ടിലേക്ക് വന്നിട്ട് ഒരു നാണയത്തൊട്ടെങ്കിലും എടുത്തു വെച്ചിരുന്നുവെങ്കിൽ അതുകൊണ്ട് ചപ്പാത്തി വാങ്ങിയിട്ട് ഭക്ഷിക്കാമായിരുന്നില്ലേ, നോമ്പ് തുറക്കാമായിരുന്നില്ലേ എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറയുകയാണ്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽ പലരുടെയും ചരിത്രങ്ങൾ നമ്മൾ കേട്ടു. ഏറ്റവും റസൂലിലേക്കും സഹാബത്തിനും ഒക്കെ ഇഷ്ടപ്പെട്ട ബൈറുഹ തോട്ടം എന്ന മനോഹരമായ പച്ചപ്പ് നിറഞ്ഞ ഏറ്റവും നല്ല മദീനയിലെ വിലപിടിപ്പുള്ള തോട്ടം, വിശുദ്ധ ഖുർആന്റെ ഒരു ആയത്തിറങ്ങിയപ്പോഴേക്ക് അത് ഇസ്ലാമിന് വേണ്ടി ദാനധർമ്മം ചെയ്യാൻ കഴിഞ്ഞ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം നമുക്കറിയാം. മാത്രമല്ല ഇസ്ലാമിനെ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ സഹായിക്കാൻ കഴിയുന്ന ആരാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ളത്? നിങ്ങളിൽ ആർക്കെങ്കിലും യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ളത് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല വീട്ടിൽ പോയിട്ട് അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന് വിലപിടിപ്പുള്ളതായി തോന്നിയത് മുഴുവനും കൊണ്ടുവരുന്നു. 60 പടക്കുതിരകളെ, 960 ഒട്ടകങ്ങളെ, 10,000 സ്വർണ്ണ നാണയങ്ങൾ അദ്ദേഹം നൽകി. മറ്റൊരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുക, ഇസ്ലാമിന് വേണ്ടി ആർക്കാണ് ഈ പള്ളി ഒന്ന് വീതി കൂട്ടാൻ സ്ഥലം നൽകാൻ കഴിയുക? ഉടനെ ആ സ്ഥലം വാങ്ങിക്കൊടുക്കുക. അതുപോലെ തന്നെ മുസ്ലിങ്ങൾ നാളെയെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരെ മറമാടാൻ നല്ല രീതിയിലുള്ള ഒരു ശ്മശാനം അല്ലെങ്കിൽ മക്ബറയില്ല, ആർക്കാണ് അത് നൽകാൻ കഴിയുക? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തന്നെ ഉടനെ അത് വാങ്ങിക്കൊടുക്കുന്നു. അതുപോലെ മുസ്ലിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ നല്ലൊരു കിണറില്ല, ഉള്ളത് തന്നെ ജൂതന്റെ കയ്യിലാ, ആർക്കാണത് വാങ്ങിത്തരാൻ കഴിയുക? ഞാൻ വാങ്ങിത്തരാം എന്ന് പറയുന്നു. അവസാന നാളുകളിൽ തൻ്റെതായ പ്രയാസങ്ങളിൽ വീട്ടിൽ ആളുകൾ മുഴുവനും ബന്ധിക്കപ്പെട്ടപ്പോൾ
നമസ്കാരത്തിന്റെ സമയത്ത് നമസ്കാരത്തിന് പോലും അദ്ദേഹം വാങ്ങിക്കൊടുത്ത പള്ളിയിലേക്ക് നമസ്കരിക്കാൻ പോകാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അദ്ദേഹത്തെ അവർ പറഞ്ഞയക്കുന്നില്ല. ദാഹിച്ചു പരവശനായി നിൽക്കുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം വാങ്ങിക്കൊടുത്ത കിണറിൽ നിന്നൊരു തുള്ളി വെള്ളം പോലും കൊടുത്തില്ല. അദ്ദേഹത്തെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തി. ആ മരണത്തിന് ശേഷം അദ്ദേഹം വാങ്ങിക്കൊടുത്ത ശ്മശാനത്തിൽ, ആ മക്ബറയിൽ അദ്ദേഹത്തെ മറമാടാൻ സമ്മതിക്കുന്നില്ല. എങ്കിൽ പോലും റബ്ബിന്റെ അരികിൽ അത് വലിയ പ്രതിഫലേച്ഛമായി, അല്ലെങ്കിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സംഗതിയായി മാറുമെന്ന തിരിച്ചറിവ് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് ഉണ്ടായത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പരലോക ജീവിതത്തിലേക്ക് അത് മാറ്റിവെക്കുവാൻ, നീക്കിവെക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ സ്നേഹം ലഭ്യമാവണമെങ്കിൽ കഴിയുന്നത് നമ്മുടെ ഇവിടെ നിന്നുള്ള സമ്പാദ്യങ്ങളാണെങ്കിലൊക്കെ, നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്ന, ക്യാൻസർ രോഗമാണെങ്കിലും അതുപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഉമ്മമാരുണ്ട്, വിധവകളുണ്ട്, അനാഥകളുണ്ട്, അഗതികളുണ്ട്, ഒക്കെ നമുക്കറിയാം. അങ്ങനെയുള്ള ഫണ്ടുകൾ നമ്മൾ സ്വരൂപിക്കുന്നുണ്ട്. ആത്മാർത്ഥമായി നമുക്കതിലേക്ക് നൽകാൻ കഴിയുന്നുവെങ്കിൽ നൽകുക. കാരണം അള്ളാഹുവിന്റെ സ്നേഹം, ഇഷ്ടം അത് മുഖേന ലഭ്യമാകും. അള്ളാഹിന്റെ ഇഷ്ടം ഒരു മനുഷ്യനെ ലഭ്യമായി കഴിഞ്ഞാൽ ജിബ്രീൽ അയാളെ സ്നേഹിക്കുന്നു, അതുപോലെ ആകാശ ലോകത്തുള്ള മലക്കുകൾ മുഴുവൻ അയാളെ സ്നേഹിക്കുന്നു, ഭൂമി ലോകത്തെ ആ മനുഷ്യന് സ്വീകാര്യത ലഭിക്കുന്നു എന്ന ഹദീസായിരിക്കണം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ടത്. അള്ളാഹുവിന്റെ സ്നേഹം ലഭ്യമാവുക, ഇഷ്ടം ആ മനുഷ്യൻ ലഭ്യമായി തീരുക എന്നത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പഠിപ്പിച്ചത്, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ സ്നേഹം ലഭ്യമാകണമെങ്കിൽ ചില ദിക്റുകൾ, ആ ദിക്റുകൾ ചൊല്ലുന്നുവെങ്കിൽ, ദിക്റുകൾ ചൊല്ലുന്ന ആളുകൾ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്, അവരല്ലാഹു വലിയ രീതിയിൽ സ്നേഹിക്കുന്നു. ആ രീതിയിലുള്ള ദിക്റുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴായിക്കൊണ്ട് സഹാബിമാരെ പഠിപ്പിക്കുകയും അവർ ഉത്ബോധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ദിക്റുകൾ പലപ്പോഴായിക്കൊണ്ട് പറയേണ്ടതും ദിക്റുകൾ ചൊല്ലേണ്ടതുമായിക്കൊണ്ട്. അത്തരത്തിൽ നമുക്കറിയാവുന്ന പല പ്രാർത്ഥനകളുണ്ട്, ദിക്റുകളുണ്ട്. ആ ദിക്റുകളൊക്കെ പഠിക്കുക, പ്രാവർത്തികമാക്കുക. ചെറിയ നാവ് കൊണ്ട് പ്രയാസമില്ലാത്ത ചെറിയ ചെറിയ വചനങ്ങൾ, പക്ഷേ അത് ചെല്ലുന്നതോടുകൂടി ഇപ്പോൾ സുബ്ഹാനല്ലാഹിൽ അദീം, സുബ്ഹാനല്ലാഹി വബിഹംദി, ചെറിയ 2 വാക്കുകൾ, പക്ഷേ കലിമത്താനി ഹബീബത്താനി റഹ്മാൻ ഖഫീഫത്താനി ലിസാൻ സഖീലത്താനി ഫിൽ മീസാൻ, നാവിന് തീരെ ഭാരം തോന്നാത്ത 2 വചനങ്ങൾ, നന്മതിന്മകൾ തൂക്കുന്ന തുലാസിൽ ഏറ്റവും കൂടുതൽ ഭാരം തൂങ്ങുന്നത്. അതുപോലെ തന്നെ തൻ്റെ പ്രിയപ്പെട്ട നാഥന് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 വചനങ്ങൾ എന്താ? സുബ്ഹാനല്ലാഹിൽ അദീം, സുബ്ഹാനല്ലാഹി വബിഹംദിഹി. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, ഇത്തരത്തിൽ തൻ്റെ നാവ് കൊണ്ട് ദിക്റുകൾ ഏതൊക്കെ തനിക്ക് അറിയുന്നുവോ അത് ചൊല്ലിയിട്ട് ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ല, നാവനിങ്ങനെ നനച്ചുകൊണ്ടേയിരിക്കുക ദിക്റുകൾ ചൊല്ലിയിട്ട്. അങ്ങനെയുള്ള മനുഷ്യന്മാർക്ക് മറ്റുള്ള വ്യക്തികളെ കുറിച്ച് വ്യക്തിപരമായ വിദ്വേഷമോ പകയോ മറ്റു ആളുകളോട് പറയാനും, ആ തരത്തിലുള്ള ഗൈബത്തുകളും നമീമത്തും പരദൂഷണവും ഒക്കെ പറഞ്ഞുകൊണ്ട് തൻ്റെ സമയം വെറുതെ നഷ്ടപ്പെടുകയുമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളിൽ പെടാൻ, അതായത് സബക്കൽ മുഫർരിദൂൻ എന്നാണ് റസൂൽ പറഞ്ഞത്. മുഫർരിദീകളായ ആളുകൾ മുന്നോട്ട് പോയിരിക്കുന്നു. മുഫർരിദീകൾ ആരാ എന്ന് ചോദിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദാകിറൂന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, അല്ലാഹുവെ ധാരാളമായി കൊണ്ട് ഓർക്കുന്ന പുരുഷന്മാരും സ്ത്രീകളുമാണ് അവർ അല്ലാഹുവെ ധാരാളമായി കൊണ്ട് ഓർമ്മിക്കുന്നു. അങ്ങനെയുള്ള നിധിയായിരിക്കണം നമ്മൾ നേടിയെടുക്കുന്നത്. നിധികൾ പോലും നേടിയെടുക്കാൻ കഴിയും ദിക്റുകൾ ചൊല്ലുന്നതിലൂടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞാൽ അത് സ്വർഗത്തിലെ ഒരു നിധിയായിക്കൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ പറയുന്നു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, എല്ലാം അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്നു. പക്ഷേ അത് സ്വർഗത്തിലുള്ള വലിയ നിധിയായിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് പ്രഭാതങ്ങളിൽ ചൊല്ലേണ്ട പ്രാർത്ഥനകൾ ദിക്റുകൾ, പ്രദോഷങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകൾ പ്രാർത്ഥനകൾ. ഇനി ഒരു വിജന പ്രദേശത്തോ ഏതെങ്കിലും ഒരു പ്രദേശത്തെത്തി എന്താ ഒരു വിശ്വാസിയായ മനുഷ്യൻ ചെയ്യേണ്ടത്? അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തിൻ മിൻ ശർരി മാ ഖലഖ്. അതാണ് നമുക്ക് പരിചയമില്ലാത്ത അപരിചിതമായ പ്രദേശങ്ങളിൽ ചെന്നിറങ്ങിയ ഒരു വിശ്വാസിയായ മനുഷ്യൻ പറയേണ്ടത്. അങ്ങനെയുള്ള പ്രകൃതി നമ്മൾ സൃഷ്ടിച്ചെടുക്കണം. ഒരു കയറ്റം കയറുമ്പോൾ അല്ലാഹു അക്ബർ, കയറ്റത്തിന് താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ എന്താ? നന്മതിന്മകൾ തൂക്കുന്ന തുലാസിൽ ഇങ്ങനെ ഭാരം കൂടി വരികയാണ്. അതാണ് അങ്ങാടിയിലേക്ക് പ്രവേശിക്കുമ്പോഴാണെങ്കിലും, വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴാണെങ്കിലും, വാഹനത്തിലേക്ക് കയറുമ്പോഴാണെങ്കിലും, പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോഴാണെങ്കിലും. എന്തിനാ ഇതൊക്കെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നത്? പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും, വിശ്വാസികൾക്ക് പരസ്പര ഓർമ്മയോടെ, പരസ്പരം നീയത്തോടുകൂടി ഓർമ്മിപ്പിക്കാനും ഓർമ്മപ്പെടുത്താനും ആ ദിക്റുകളിലൂടെ മുന്നേറുവാനും ആ നന്മകൾ അങ്ങും ഇങ്ങും അറിയിച്ചുകൊണ്ട് ഒരേ ഒരു ലക്ഷ്യം, ഒരേ ഒരു സ്ഥാനം, അവിടേക്ക് മുന്നേറാൻ, അവിടേക്ക് എത്തിപ്പെടാൻ, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം.
അത് നമ്മൾ പരസ്പരം പറഞ്ഞു കൊടുക്കുക, അതിലൂടെ ജീവിക്കാൻ കഴിയാം. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രിയപ്പെട്ട മകൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പ്രവാചകൻ അരികിൽ വന്നുകൊണ്ട് പറയുക, ഉപ്പ എന്റെ കൈകൾ കാണുന്നില്ലേ, ഞാൻ മാവ് കുഴച്ചുകൊണ്ട് കൈകളിൽ തഴമ്പ് വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ, മോളെ നിനക്ക് ഇവിടെ ഒരുപാട് വേലക്കാരികളായ സ്ത്രീകൾ മദീനയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാ. അവർക്ക് സഹാബിയന്മാർക്ക് അവർക്ക് ഒനീമത്ത് സ്വത്തായിക്കൊണ്ട് പിടിച്ചടക്കപ്പെട്ടപ്പോൾ ലാഭമായി കിട്ടിയ ഈ ഒനീമത്ത് സ്വത്തായിക്കൊണ്ടുള്ള വേലക്കാരികളുണ്ട്, സമ്പത്തുണ്ട്, ഒക്കെയുണ്ട്. മദീനയിൽ സമ്പത്ത് കുമിഞ്ഞുകൂടി നിൽക്കുന്ന സന്ദർഭത്തിൽ പോലും പ്രിയപ്പെട്ട മകള് വന്നുകൊണ്ട് ഒരു പരാതി പറഞ്ഞപ്പോ, ഇതൊക്കെ കൊണ്ടുപോക്കോ എന്നല്ല പറഞ്ഞത്, മോളെ ഇതിനേക്കാളൊക്കെ നിനക്ക് ശ്രേഷ്ഠമായ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. കിടന്നുറങ്ങാൻ പോകുമ്പോ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം ചൊല്ലിക്കോ, അൽഹംദുലില്ലാഹ് 33 പ്രാവശ്യം ചൊല്ലിക്കോ, അല്ലാഹു അക്ബർ 34 പ്രാവശ്യം നീ ചൊല്ലിക്കോ. എന്നാൽ വേലക്കാരി ലഭ്യമാകുന്നതിനേക്കാൾ നിനക്കതാണ് ഉത്തമം. അതൊക്കെ കഴിഞ്ഞു. സിഫീൻ യുദ്ധം എന്ന പ്രതിസന്ധി ഉണ്ടായപ്പോൾ, മുസ്ലിം സമൂഹത്തിന് പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ, അന്നേ രാത്രിയിൽ ഈ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ ഭർത്താവായ അലി റളിയല്ലാഹു അൻഹും ഇവർ രണ്ടാളും പരസ്പരം ചർച്ച ചെയ്തുകൊണ്ട് സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ ഒക്കെ ചൊല്ലിയിട്ടാണ് എന്നും കിടന്നുറങ്ങിയിട്ടുള്ളത്. എന്നാൽ സിഫീൻ യുദ്ധമുണ്ടായ സന്ദർഭത്തിൽ അലി റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിക്കുകയാണ്, മുസ്ലിം സമൂഹത്തിന് പ്രതിസന്ധി ഉണ്ടായ ആ രാത്രിയിൽ അന്ന് നിങ്ങൾ ചൊല്ലിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയണം, അന്ന് പോലും ഞാൻ മറന്നിട്ടില്ല, അന്നും ചൊല്ലിയിട്ടുണ്ട്, എപ്പോഴും ചൊല്ലും. എന്ത്? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. കിടന്നുറങ്ങുമ്പോൾ അതാണ് മാതൃക, അതാണ് ജീവിതം. എവിടെ നിന്ന്? മഹാനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അള്ളാഹുവിന്റെ സ്നേഹം, ഇഷ്ടം, തൃപ്തി ഒരു വിശ്വാസിക്ക് ലഭ്യമാകണമെങ്കിൽ ഇത്തരത്തിൽ ഏതൊക്കെ നന്മകൾ ഏതൊക്കെ ഭാഗങ്ങളിലൂടെ കൊണ്ടുവരാൻ കഴിയുമോ അതൊക്കെ പഠിക്കുക, അതൊക്കെ ശേഖരിക്കുക, അന്വേഷിക്കുക, അതിലൂടെ മുന്നേറുക. എന്നാൽ അള്ളാഹു നമ്മെ സ്നേഹിക്കും, അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് ലഭ്യമായി തീരും, കഴിക്കുന്ന ഭക്ഷണത്തിൽ ബർക്കത്തുണ്ടായി തീരും, നമ്മുടെ ജീവിതം ഉപജീവനം അള്ളാഹു വിശാലമാക്കി തരും, അതിലൂടെ ബർക്കത്തും സമാധാനവും കൈവരിക്കാൻ കഴിയും. കഴിക്കുന്ന ഭക്ഷണം ചെറുതാണെങ്കിലും, അതുപോലെ ശമ്പളം ചെറുതാണെങ്കിലും, എന്താണെങ്കിലും അതിലൂടെ തൃപ്തി, പൊരുത്തം, സമാധാനം, ഖനാഇയത്ത് നമുക്ക് ലഭ്യമായി തീരും. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്ത മുഴുവൻ തെറ്റുകുറ്റങ്ങളും അവൻ നമുക്ക് ഏവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. മനസ്സിന് സമാധാനവും ശാന്തിയും സൗഖ്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വയാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ ഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വദില്ല ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.